ഹലോ, ഗുഡ് ഈവനിങ്. ബിഗ് ഫൈറ്റിന്റെ തെക്കൻ കേരളത്തിലെ പര്യടനം തുടങ്ങുന്നത് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചി കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് അംഗം തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മൾ പൊതുവെ ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ ബഹളമയമൊന്നുമല്ല കാര്യങ്ങൾ. എങ്കിലും അണിയറയിൽ അതിശക്തമായ പ്രവർത്തനം മുന്നണികൾ നടത്തി വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചി പോലെ ഒരു നഗരത്തിൽ എങ്ങനെയാകും തെരഞ്ഞെടുപ്പ് എന്ന് പ്രേക്ഷകർക്ക് ഊഹിക്കാൻ കഴിയും. പക്ഷേ ഇന്ന് ബിഗ് ഫൈറ്റിനോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് കൊച്ചി മേയർ അനിൽകുമാർ ഉണ്ട്, അതുപോലെ കോൺഗ്രസ് വക്താവ് രാജു പി നായരുണ്ട്, PDJS പ്രതിനിധി സി സതീഷ് അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. എന്തായാലും ആദ്യം നമുക്ക് മേയറോട് തന്നെ ചോദിക്കാം. മേയർ, ഈ വളരെ കൂളായിട്ടാണല്ലോ കാണുന്നത്, അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പിരിമുറുക്കമൊന്നും മുഖത്തില്ല, എന്തുകൊണ്ടാണത്? ഞാൻ പൊതുവേ കഴിവതും കൂളായി നടന്നുകൊണ്ടാണ് 5 കൊല്ലം വലിയ പ്രയാസങ്ങളില്ലാതെ നമ്മുടെ നഗരസഭയുടെ ഭരണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. പിന്നെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈകാരികതയും സംഘർഷങ്ങളും ഒന്നുമില്ലാത്തൊരു രാഷ്ട്രീയ ചിത്രമാണ്. കാര്യങ്ങൾ ആളുകളോട് പറയുക, ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ, രാഷ്ട്രീയമായിട്ടല്ല, പക്ഷെ കൊച്ചി നഗരസഭ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ മുഴുവനും ഞങ്ങൾ അച്ചടിച്ച് എല്ലാ വീടുകളിലും എത്തിക്കാൻ വേണ്ടിയൊരു പരിശ്രമം നടത്തി. അത് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ മേൽവിലാസത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനാണ് നേതൃത്വം കൊടുക്കുന്നത്. വികസനം നടത്തിയത് ജനങ്ങളോട് പറഞ്ഞു, വോട്ടുമേടുക ജനങ്ങളോട് പറഞ്ഞു. അത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. വീണ്ടും ഞങ്ങളൊരു മാനിഫെസ്റ്റോയുമായി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും അതിനൊരു വിശ്വാസ്യത ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു ആത്മവിശ്വാസം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ LDFന്റെ സീറ്റ് ചർച്ചകളും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയവും എല്ലാം സാധാരണഗതിയിലും സുഗമമാണ്. ഇത്തവണ കുറെ കൂടി സുഗമമായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ആത്മവിശ്വാസം. നിങ്ങളുടെ പദ്ധതികൾ സുഗമമാണെങ്കിലും UDF ക്യാമ്പ് കുറെ കൂടി ജാഗരൂകരാണ്. അവര് സംസ്ഥാന നേതൃത്വം നേരിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നതാണ് കേൾക്കുന്നത്. അല്ല, ഞാൻ UDF ക്യാമ്പിനെ പറ്റി അഭിപ്രായം പറയാനൊന്നും ഞാൻ ആളല്ല. കാരണം അവരുടേതായ പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നു. പക്ഷേ UDF ക്യാമ്പ് എല്ലാം കൂടി ചേർന്ന് ഒരുമിച്ച് വന്നിട്ടും അവരുടെ റബൽ സ്ഥാനാർത്ഥികളും മറ്റു കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ ഉള്ളതുപോലെ തന്നെ സംഭവിക്കുകയല്ലേ. നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് റിബലില്ല? എനിക്കറിയില്ല, നിങ്ങളെ ആരെങ്കിലും ഒരാളെ ഇനി തപ്പിപ്പിടിച്ച് പറഞ്ഞാൽ ഞാൻ അതിനെ സംബന്ധിച്ച് പറയാം. ശരി രാജു, ഈ 31 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 10 വർഷം തുടർച്ചയായിട്ട് നിങ്ങൾ ഭരിച്ചു. നിങ്ങൾക്ക് തിരിച്ചു പിടിച്ചേ പറ്റൂ കൊച്ചി കോർപ്പറേഷൻ. എന്താണ് നിങ്ങളുടെ ആത്മവിശ്വാസം? ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ആത്മവിശ്വാസം കേരളത്തിൽ മുഴുവൻ ഒരു നാട്ടിലും കാണാത്ത രീതിയിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പിന് ഒരു മുന്നൊരുക്ക പ്രവർത്തനം ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം 1 വർഷത്തോളം മിഷൻ കേരള, മിഷൻ 2025 എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തി. സാധാരണ വോട്ട് ചേർക്കലൊക്കെ അലംഭാവമൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറി എല്ലാ വാർഡുകളിലും കേരളത്തിൽ മുഴുവനായിട്ട് വോട്ട് ചേർക്കുക, അതുപോലെ തന്നെ നമ്മൾ പദയാത്രകൾ നടത്തി, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പദയാത്രകൾ നടത്തി, നമ്മൾ ഭരിക്കുന്ന സ്ഥലത്ത് വികസന രേഖയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തുള്ളിടത്ത് കുറ്റപത്രം തയ്യാറാക്കി, ഭവന സന്ദർശനങ്ങൾ നടത്തി, മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ നടത്തി. അപ്പോൾ 1 വർഷം നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രവർത്തനം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് മുന്നോടിയായിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും പ്രതിഫലിക്കും. ഞങ്ങളെ സംബന്ധിച്ചോളം പലപ്പോഴും തോൽക്കുന്നത് വളരെ ചുരുക്കം വാർഡുകളിലെ വോട്ടുകൾക്കൊക്കെ ആയിരുന്നു. അത് ഇപ്രാവശ്യം വലിയ രീതിയിൽ ഓരോ വാർഡിലും വളരെ കൃത്യമായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ട ആൾക്കാരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ എല്ലാം ഗുണഫലം ഉണ്ടാകും. വലിയൊരു സംഘടനാ പ്രവർത്തനം നടത്തിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. നഗരങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും പ്രശ്നം കള്ളവോട്ട് വരാൻ സാധ്യതയുണ്ട്. ആരൊക്കെയാണ് വോട്ടർമാരല്ലാത്തവർന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പോലും ഒരുപക്ഷെ കഴിയണമെന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അല്ല, അങ്ങനെ പറയുമ്പോൾ അജീംസ് പറയുമ്പോൾ അതിനകത്ത് കള്ളവോട്ടിന്റെ ഒരു എന്താ പറയുക, ഒരു ദുരവസ്ഥ അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ എന്നുള്ള ഒരു ഇതുണ്ട്. അല്ല, ഞങ്ങൾ ചെയ്യാറായിട്ടുള്ളത് അങ്ങനെ അറിയില്ലല്ലോ. ഞങ്ങൾക്ക് അതിന്റെ ദുരനുഭവം ഉള്ളതായിട്ടാണ് അങ്ങയുടെ സ്റ്റേറ്റ്മെന്റിലുള്ള വരുന്നത്. പക്ഷെ അത്രയും ഉണ്ടായിട്ട് പോലും ഈ കഴിഞ്ഞ കൗൺസില് എത്ര സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് നിന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം അതിനേക്കാൾ വലിയ രാഷ്ട്രീയ സാഹചര്യം ഇന്നുണ്ട്. ഇന്ന് കേരളത്തിൽ മുഴുവൻ CPM ഇന്ന് പ്രതിസന്ധിയിലായിട്ട് നിൽക്കുന്ന, പ്രതിരോധത്തിലായിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ CPMന്റെ ഏറ്റവും മുതിർന്ന 2 നേതാക്കന്മാർ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ജയിലിലായിരിക്കുകയാണ്. 2 മുതിർന്ന നേതാക്കന്മാർ. വാസു ഉദ്യോഗസ്ഥനല്ല, CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. PK ഗുരുദാസൻ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അജിംസ് ഉൾപ്പെടെ മറ്റുള്ളവർക്കെല്ലാം അറിയാം CPM എങ്ങനെയാണ് മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരെ തീരുമാനിക്കുക. അപ്പോൾ ഏറ്റവും മുതിർന്ന 2 നേതാക്കന്മാർ ഇന്ന് ശബരിമല കൊള്ളയിലകത്താണ്. ഒരു ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. ഒരു സംശയവും വേണ്ട, അദ്ദേഹവും ആ വഴിക്ക് തന്നെയാണ്. 3ാമത്തെ ചെസ് നമ്പറായിട്ട് PS പ്രശാന്ത് കൊണ്ട് അദ്ദേഹം പോവും. അവരെല്ലാവരും പോയി കഴിയുമ്പോൾ ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള അഴിമതിയും കൊള്ളയും ഉൾപ്പെടെയുള്ള മുഴുവൻ രാഷ്ട്രീയ സാഹചര്യം ഇന്ന് CPMനെതിരായിട്ട് നിൽക്കുകയാണ്. CPM പ്രതിരോധത്തിലാണ്. അത് ജനങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുന്ന സ്ഥലത്ത് അത് CPMനെതിരായിട്ടുള്ള വോട്ട് കൂടിയായിട്ട് മാറും. അത് കോൺഗ്രസിന് അനുകൂലമായിട്ട് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. മാത്രമല്ല 10 വർഷം ഭരിച്ച നഗരസഭ
അമ്പേ പരാജയപ്പെട്ടൊരു നഗരസഭയാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടു, അരമണിക്കൂർ മഴ പെയ്തപ്പോൾ എറണാകുളം നഗരം മുഴുവൻ വെള്ളക്കെട്ടിലായി. അരമണിക്കൂർ മഴ പെയ്തപ്പോഴത്തേക്ക്. ഇന്ന് കൊച്ചിൻ കോർപ്പറേഷൻ ഇപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് പറയുന്ന നേട്ടങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ UDFന്റെ സമയത്ത് ടോണി ചമ്മണി മേയറായിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കി വെച്ചതാണ്. സ്മാർട്ട് സിറ്റി കോർപ്പറേഷൻ, സ്മാർട്ട് സിറ്റി മിഷൻ, സ്മാർട്ട് മിഷൻ അതിനകത്ത് വന്ന് നമ്മൾ ഇന്ത്യയിൽ കേന്ദ്ര പദ്ധതിയല്ല, ഇന്ത്യയിൽ 5ാം സ്ഥാനത്തേക്ക്. അത് കാരണം എങ്ങനെയായിരുന്നു, ഒരു മത്സരാധിഷ്ഠിത ഒരു ഇതിലൂടെ നമ്മൾ ബ്ലൂംബർഗ് എന്ന് പറഞ്ഞ ഏജൻസി നടത്തിയ സർവേയിൽ നമ്മൾ നടത്തിയ മത്സരത്തിന്റെ ഭാഗമായിട്ട് ഏകദേശം ഇന്ത്യയിലുള്ള മുഴുവൻ നഗരങ്ങളിൽ 5ാം സ്ഥാനത്ത് കൊച്ചി വന്നതിന് ശേഷം 2000 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെ നമ്മൾ കൊടുത്തത് അതിൽ നിന്ന് വന്നിരിക്കുന്ന പണമാണ്. ആ പണം വെച്ചിട്ടാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം അല്ലെങ്കിൽ 10 വർഷക്കാലം ഈ ഇവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ പറയുന്നത്. അപ്പോൾ അതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇവിടെ ബ്രഹ്മപുരം ഉണ്ടായ സംഭവം നമുക്കറിയാം. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഏറ്റവും വലിയ പരാജയമായിട്ട് കൊച്ചിൻ കോർപ്പറേഷൻ മാറുന്നു. വെള്ളക്കെട്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഒട്ടേറെ രീതിയിൽ മനുഷ്യരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയങ്ങളെല്ലാം പരാജയപ്പെട്ട ഒരു കോർപ്പറേഷൻ ഭരണകൂടം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയവും അതുപോലെ തന്നെ പ്രാദേശിക രാഷ്ട്രീയവും എല്ലാം വികസനവും എല്ലാം ചർച്ച ചെയ്യപ്പെടും. അതിനകത്ത് മേൽക്കൈ കോൺഗ്രസിന്. ഒരു പ്രശ്നം, കൊച്ചി പോലൊരു നഗരത്തിൽ ഫ്ലൂയിഡ് ആയിട്ടുള്ള പോപ്പുലേഷനാണ്, ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് ഗുണഭോക്താക്കൾ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളുമാണ്. ഇനി അതല്ല, സംസ്ഥാനത്തെമ്പാടും നിങ്ങൾക്കിതായ വികാരം ഉണ്ടെങ്കിൽ അതിവിടെ പ്രതിഫലിക്കുകയും ചെയ്യും. ഒരു ഉദാഹരണം പറയാം. ഒരു കുടുംബശ്രീയുടെ ഒരു ഹോട്ടൽ പദ്ധതി ഉണ്ട് നോർത്ത് ഇന്ത്യ. അവിടെ ഞാൻ ഇന്ന് രാവിലെ അവിടെ പോയിരുന്നു. വൻ തിരക്കാണ്, അവിടെ വലിയ തിരക്കാണ്, അങ്ങോട്ട് അടുക്കാനേ പറ്റുന്നില്ല. പക്ഷെ അവിടെ വരുന്നവരെ വോട്ടർമാരാവണമെന്നില്ല. പക്ഷെ നിങ്ങളുടെ വോട്ട് ആകർഷിക്കാൻ നിങ്ങൾ എന്താണ് ജനങ്ങളോട് പറയുക? അജിംസെ, അതാണ് LDF UDF തമ്മിലുള്ള വ്യത്യാസം. അജിംസെ ഇപ്പോൾ മനസ്സിലായില്ലേ? ഞങ്ങൾ വോട്ട് മാത്രം നോക്കിയിട്ടല്ല പദ്ധതികൾ ആരംഭിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് പദ്ധതികൾ ആരംഭിക്കുന്നത്. അതിൽ ചിലപ്പോൾ വോട്ട് കിട്ടും, ചിലപ്പോൾ കിട്ടാതിരിക്കും. ഞങ്ങൾക്കൊരു വീക്ഷണമുണ്ട്. അജിംസെ, ഞാനൊരു കാര്യം സത്യസന്ധമായി പറയട്ടെ. ഞാൻ സത്യത്തിൽ ഇവരുടെ കാര്യം ആലോചിക്കണമെന്ന് വെച്ചാൽ നിങ്ങളില്ലെങ്കിലുള്ള ഇവരുടെ അവസ്ഥയാണ്. ഇപ്പം തന്നെ ഒരു ചർച്ച തുടങ്ങി. ആദ്യം തന്നെ അജിംസ ഒരു സാധനം ഇട്ടങ്ങ് കൊടുത്തു. പറഞ്ഞ് കണ്ടാത്തൊന്നും ഇത്ര മര്യാദക്കാരായിട്ടുള്ള മര്യാദരാമന്മാരായിട്ടുള്ള വേറെ ആളുകളില്ലെന്ന് വിചാരിക്കും. കള്ള വോട്ട് എന്താ ഈ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഇപ്പം എന്താ പറഞ്ഞത്? ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും കയറി ഞങ്ങൾ പ്രവർത്തനം നടത്തി. ഇത് പറയണേട്ടതൊന്നും നമ്മൾ പിന്നെ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? ഒരു സ്ഥലത്തെ വോട്ടർമാരെ സംബന്ധിച്ച ധാരണ ഉണ്ടാകേണ്ട ആളുകളാണല്ലോ എല്ലാവരും. ഞാൻ ആ പോയിന്റ് അവിടെ നിൽക്കട്ടെ. ഇവിടെ മറ്റു കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ചിരിയാ വരുന്നത്. അരമണിക്കൂറാണെന്ന് മഴ പെയ്തത്. ഞാൻ പറയുന്നത് എന്നോണ പറയുന്നതിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. രാജു പി നായർ അന്ന് തൃപ്പൂണിത്തുറയിലായിരുന്നു എന്ന് എനിക്കറിയില്ല. റെയിൻഫോള് മറ്റേ അന്ന് പെയ്ത മഴയുടെ കണക്കുണ്ട്. 1 മണിക്കൂർ കൊണ്ട് മട്ടാഞ്ചേരിയിൽ, ഞാനന്ന് മട്ടാഞ്ചേരിയിലാണ്, 1 മണിക്കൂർ കൊണ്ട് മട്ടാഞ്ചേരിയിൽ പെയ്തത് 88 മില്ലിമീറ്റർ റെയിൻഫോളാണ്. കാരണം ഇപ്പോൾ എല്ലായിടത്തും ഗേജ് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ രാജുവിൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗതികേടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇവരുടെ ഡെപ്യൂട്ടി മേയറായിരുന്ന ശ്രീ TJ വിനോദ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ മുട്ടിൽ നീന്തി, അരയ്ക്ക് നീന്തി തെരഞ്ഞെടുപ്പിന് നേരിട്ട ആൾക്കാരാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ അരമണിക്കൂർ മഴ പെയ്തപ്പോൾ, ഞങ്ങൾ ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തിനിടയിലെ ഭരണത്തിനിടയിൽ മഴ പെയ്തപ്പോൾ എങ്ങനെയാണ് ഒരു നഗരം എല്ലാ ഏജൻസികളെയും വെച്ച് റെസ്പോണ്ട് ചെയ്തെന്നുള്ള ഉറപ്പല്ലേ? ഇനി വേറെ വല്ലതും വേണം ജിംസിന്? നിങ്ങൾ ഒരു മിനിറ്റ് മാറില്ല. ഞാൻ പറയുമ്പോ ജിംസ് അങ്ങനെ അസ്വസ്ഥനാവല്ലേ? നിങ്ങൾ ഈ 4th പില്ലർ എന്ന് പറഞ്ഞ സത്യത്തിൽ കോൺഗ്രസിന്റെ 4th പില്ലറാണ് എന്നാണ് എന്റെ അഭിപ്രായം പല ഘട്ടങ്ങളിലും. അതിലിപ്പോ ഞാൻ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യണത്. ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ശ്രീ TJ വിനോദിനെ പോലെ ഒരു ഡെപ്യൂട്ടി മേയർ അരയ്ക്ക്, ഞാനൊന്നും എൻ്റെ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി, ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. നോർത്ത് പാലത്തിന്റെ അപ്പുറത്തേക്ക് വൈകുന്നേരം 5 മണി വരെ തെരഞ്ഞെടുപ്പിൽ ഗാന്ധിനഗർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. 8 മണിക്ക് 9 മണിക്ക് ഞാൻ രാത്രി കണക്കുകളൊക്കെ കഴിഞ്ഞ് 10-11 മണിക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ സുഹാസ് ബൂട്ടിട്ട് മുട്ടോളം വെള്ളത്തിൽ സ്റ്റേഡിയത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ആ ആളുകളാണ് പറയുന്നത്. അറിയാതെ രാജു പി നായർ സത്യം പറഞ്ഞു. 10 കൊല്ലത്തെ ദുരന്തപൂർണമായ ഭരണം എന്താണെന്ന് ജനങ്ങൾ കണ്ടെന്ന്. കറക്റ്റാണത്. 10 കൊല്ലത്തെ നിങ്ങളുടെ ദുരന്തമായ ഭരണവും 5 കൊല്ലക്കാലത്തെ ഞങ്ങളുടെ ജനക്ഷേമപരമായ പ്രവർത്തനങ്ങളെയും ജനങ്ങൾ സ്വാഭാവികമായും താരതമ്യം ചെയ്യും. ഞാനിപ്പോൾ സ്ഥിരമായി ഞങ്ങളുടെ യോഗത്തിൽ പറയുന്ന കാര്യമുണ്ട്, ഒരു ഉളുപ്പ് വേണ്ടേ? ശ്രീ ടോണി ചമ്മണി ഇരുന്ന് നിങ്ങളുടെ മാധ്യമങ്ങളോട് പറയുകയാണ് ഇതെല്ലാം ഞാൻ വിഭാവനം ചെയ്തതാണ്, എൻ്റെ ഭാഗ്യമാണ്. ഇപ്പോൾ 72 ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ അടിച്ച് വീടുകളിലേക്ക് കൊടുത്ത്. കുറച്ചും കൂടി സ്വപ്നം പുള്ളി കണ്ടിരുന്നെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും, എൻ്റെ പാടെന്തായിരിക്കും എന്നാണ് ഈ കൊച്ചിയിലെ ജനങ്ങൾ ആലോചിക്കുന്നത്. എൻ്റെ പൊന്ന അജിംസ, ഇതിനൊക്കെ സ്വാഭാവികതയാണ്. ഇനി ഡബിൾ എഞ്ചിനിലേക്ക് വരണം.
അജിംസ് ആരെ കുറിച്ചാണ് പറയണത്? UDF-നെ കുറിച്ചാണ് പറയണത്. വളരെ മര്യാദരാമന്മാരായ ആരാ ആക്ഷേപം ഉന്നയിക്കുന്നത്? നിങ്ങൾ ബ്രഹ്മപുരത്തെ പറ്റി ഇദ്ദേഹം പറഞ്ഞില്ലേ? നിങ്ങൾ ഫുട്ടേജസ് എടുക്ക്, മീഡിയ വണ്ണിൻ്റെ ഫുട്ടേജ് എടുക്ക്. മീഡിയ വണ്ണിൻ്റെ ഫുട്ടേജ് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ ഇപ്പോൾ കാണിക്കാൻ? ഞാൻ പറയാം, ഞാൻ മേയറായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ബ്രഹ്മപുരത്ത് ചെല്ലുമ്പോൾ രാജു പി നായരില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ 2 ചെയർമാൻമാരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു അടി മുമ്പോട്ട് നടത്താൻ പറ്റാത്ത വിധത്തിൽ മാലിന്യത്തിൻ്റെ മലകളായിരുന്നു. അതിലാണല്ലോ എല്ലാ കൊല്ലവും കത്തിക്കൊണ്ടിരുന്നത്. നിങ്ങളിപ്പോൾ അവിടെ ചെന്ന് നോക്ക്, അവിടെ ഏതെങ്കിലും മാലിന്യം മല പോയിട്ട് മാലിന്യത്തിൻ്റെ ഒരു കുന്നുണ്ടാകുന്ന നിങ്ങൾ പരിശോധിച്ച് നോക്ക്. മാറ്റമല്ലേ? അപ്പം ഞാൻ പറഞ്ഞ മാറ്റം നടന്നതിന് ശേഷം ബാക്കി പിന്നെ എന്ത് അജിംസിനിടയ്ക്ക് അറിയാതെ ചോദിക്കാൻ പോയി, പിന്നെ അജിംസ് ബ്രേക്ക് ഇട്ട്. ചിലതൊക്കെ ചോദിക്കണം ഇവരോട്, ഞങ്ങളോട് ചോദിക്കണമല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സ്മാർട്ട് സിറ്റി പദ്ധതി അദ്ദേഹം ടോണി ചമ്മണി 2000 കോടി കൊണ്ടുവന്നാണെന്ന്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ടോണി ചമ്മണി ആയിരിക്കും വാങ്ങിച്ചു കൊടുത്തത്. ആരോടാണ് ഈ പറയുന്നത്? നരേന്ദ്രമോദിയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായി ഇവർ സമ്മതിച്ചു അത് പറഞ്ഞാൽ പിന്നെ അതിൽ 50% സെൻട്രലുള്ളൂ, ബാക്കി 50% സ്റ്റേറ്റും കോർപ്പറേഷനും കൂടി ചേർന്നാണ്. ഇത്രയും നാൾ ഞങ്ങൾക്കെതിരായിട്ട് എന്താണ് ആക്ഷേപം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസനം നടത്തില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേന്ദ്രത്തിൻ്റെ ഫണ്ട് ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾക്ക് 1100 കോടി രൂപയുടെ ഈ പാക്കേജ് വന്നപ്പോൾ 1122 കോടി രൂപയുടെ കാര്യങ്ങൾ നടത്തി. സമൃദ്ധി സ്മാർട്ട് സിറ്റിയാണോ? ഷീലോഡ്ജ് സ്മാർട്ട് സിറ്റിയാണോ? ടർഫ് സ്മാർട്ട് സിറ്റിയാണോ? നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള സ്കൂളുകളിലെ ലാബുകൾ സ്മാർട്ട് സിറ്റിയാണോ? അതൊക്കെ ഇവർ തുടങ്ങി വെച്ചാണെന്നാണ് പറയുന്നത്. പിന്നെ അവർ തുടങ്ങിയല്ല, അവർ ലോകത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ തുടങ്ങി. അജിംസ് ഇതൊക്കെ ഈ കൊച്ചിയാണ്. നേരത്തെ അജിംസ് ചോദിച്ചില്ലേ, ആളുകൾ മുഴുവൻ ഇത് കണ്ടതാണ്. ഞാൻ ഒറ്റ പോയിന്റ് ഞാൻ TV കണ്ടാരും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ തുടങ്ങി വെച്ചതിനെ പറ്റി പറഞ്ഞല്ല. നമ്മുടെ ശ്രീ ടോണി ചമ്മണിയോട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ഷീ ലോഡ്ജ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ എണ്ണി, മാധ്യമപ്രവർത്തകർ, ഞാനിത് കൗൺസിൽ പറഞ്ഞു, എനിക്കറിയാം ഇവർ ഇതും കൊണ്ടാണ് വരാൻ പോണെന്ന്. ഇതെല്ലാം എണ്ണി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോ ഷീ ലോഡ്ജ് ഞാനുള്ളപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചാൽ അതെന്തായിരുന്നു പദ്ധതി? ഞാനത് സ്പീഡ് പ്രോഗ്രാമിൽ കൊണ്ടുവന്നാണ്. എന്താ പേര്? പ്രോഗ്രാം, സ്പീഡ് പ്രോഗ്രാം. എന്താണെന്നറിയൂ? 2013 ഞാൻ ആ കൗൺസിലുണ്ട്. അദ്ദേഹം മേയറായിരുന്നപ്പോൾ BOT അടിസ്ഥാനത്തിൽ പരമാര റോഡിലെ മോശമായി കിടന്ന ഈ സമൃദ്ധി ഷീ ലോഡ്ജ് ഉള്ള സ്ഥലത്ത് സ്പീഡ് പ്രോജക്റ്റിൽ അദ്ദേഹം ലോഡ്ജ് തുടങ്ങാൻ തീരുമാനിച്ചു. BOT ആണ് കേട്ടോ. ഇതേപോലെ 100 രൂപയ്ക്ക് ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്നതല്ല. 2013 കഴിഞ്ഞത് ഏതായി വർഷം? 2023 22 ഞങ്ങൾ ഷീ ലോഡ്ജ് തുടങ്ങിയത്. അപ്പം അദ്ദേഹം 2 കൊല്ലം ഭരിച്ചു, സൗമിനി ഞാൻ 5 കൊല്ലം ഭരിച്ചു. 7 കൊല്ലം പോരെ അജിംസെ സ്പീഡിന്? അപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ആളുകൾ ഇതെല്ലാം കാണുന്നുണ്ട്. അജിംസെ കൊച്ചിയിലെ വളരെ ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക്. താങ്ക് യു. ശ്രീ സതീശൻ, ഈ നിങ്ങളെ സംബന്ധിച്ച് നില മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കൊച്ചി കോർപ്പറേഷനിൽ. അപ്പോൾ ആ നില മെച്ചപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ മുഖ്യ ശത്രു ആരാണ് ഇക്കാര്യത്തിൽ? ഇതിനകത്ത് വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം, ഇവിടെ വന്നതിന് ശേഷം ശ്രീ രാജു പി നായരാണെങ്കിലും നമ്മുടെ അനിൽകുമാർ ആണെങ്കിലും ഇവർ 2 കൂട്ടരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ വികസനങ്ങളൊന്നും വന്നില്ല എന്ന് പറഞ്ഞ് തർക്കിക്കുന്ന വികസനം വന്നു എന്നാ പറയുന്ന പേര് അല്ല. ഒരാൾ അദ്ദേഹത്തിൻ്റെ 10 വർഷക്കാലം ഇവിടെ വികസനം വന്നില്ല എന്ന് പറയും, മറ്റൊരാൾ പറയും നിങ്ങളുടെ ടൈമിൽ വന്നില്ല. ഇതാണ് ഇവിടെ പറയുന്നത്. ഞാനിവിടെ പറയാൻ പോകുന്നത്, ഈ അനിൽകുമാർ തന്നെ ഇവിടെ പറഞ്ഞു, പ്രധാനമന്ത്രിയുടെ സ്മാർട്ട് സിറ്റി പദ്ധതി അത് കൊച്ചിയിൽ മാത്രമല്ല തിരുവനന്തപുരത്തെ കാര്യവും അദ്ദേഹം ഇവിടെ പറഞ്ഞു. അതുപോലുള്ള വൻ പദ്ധതികൾ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഇതുപോലുള്ള പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾക്കൊക്കെ വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ തുരുത്തി ഫ്ലാറ്റ് തന്നെ, തുരുത്തി ഫ്ലാറ്റ് അവിടെ ഉദ്ഘാടനം ചെയ്തു ആര്? നമ്മുടെ മുഖ്യമന്ത്രി. പക്ഷേ പ്രധാനമന്ത്രിയുടെ ആ കേന്ദ്ര ഫണ്ടാണെന്ന് ഇവരാരും സമ്മതിച്ചിട്ടില്ല. ഇവരാരും ഒരു പരസ്യത്തിലും ഇല്ല, ഒന്നുമില്ല. തുരുത്തിയിൽ ഒരു ഫ്ലാറ്റ് വേണം എന്ന് പ്രധാനമന്ത്രി തോന്നിയോണ്ട് ഫണ്ട് അനുവദിച്ചതല്ലോ, അതിന് ഡിമാൻഡ് പോയതുകൊണ്ടല്ലേ? അല്ല, പക്ഷെ ആ പദ്ധതി കൊടുത്തപ്പോൾ അപ്പം തന്നെ അനുവദിച്ചു തുരുത്തി. പക്ഷേ ആ തുരുത്തി ഫ്ലാറ്റിലെ തന്നെ അവിടുത്തെ ലിസ്റ്റ് ആരൊക്കെയാണ് അവിടെ താമസിക്കുക, ആ ലിസ്റ്റ് പോലും ഈ മേയർ പുറത്തു വിട്ടിട്ടില്ല. അത് മറ്റൊന്ന്. അല്ലല്ല, അത് പറയട്ടെ. ടോണി ചമ്മണി മേയറായിരിക്കുമ്പോൾ ലിസ്റ്റാണ്. ടോണി ചമ്മണി ഉള്ളപ്പോൾ ലിസ്റ്റാണ്. അന്ന് 150 വേറെ ലിസ്റ്റാണ്. ടോണി ചമ്മണി ഉള്ളപ്പോൾ 150 വേറെ ലിസ്റ്റാണ്. ഇപ്പം 150 അല്ലല്ലോ. ആര് പറഞ്ഞു? 150 ഉള്ളോ?
ആരാ നിങ്ങൾ തന്നെ പറയണ നിങ്ങളുടെ അങ്ങനെ ഒരു കണക്ക് 300 ചേർത്തൊരു കണക്കാണ്. ആ കണക്കാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ പരസ്യം ഉണ്ടായിരുന്നു. അതിനകത്ത് നരേന്ദ്രമോദിയുടെ പേരില്ല. അല്ല, ഗുണഭോക്താക്കൾ നല്ലതല്ലേ, കൂടുതൽ പേര് നല്ലതാണ്. അതിനകത്ത് കുറെ കാര്യങ്ങള് ഞാൻ ഈ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മേയർക്ക് അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പം ഞാൻ ഈ വികസനത്തെ പറ്റിയുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ ഈ കൊച്ചി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഈ വർദ്ധിപ്പിക്കാനാണോ NDA അല്ല, NDA ഇത്തവണ ഭരിക്കണം. അതായത് ത്രിപുര ആവർത്തിക്കണമെന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ആഗ്രഹം. അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ BJP ഇപ്പം ഇന്ന് 5 കൗൺസിലർമാരുണ്ട്. ഏതെങ്കിലും ഒരു കൗൺസിലർമാര് പണ്ട് സുരേന്ദ്രൻ പറഞ്ഞ തിയറിയാണോ? അല്ലല്ല, 35 സീറ്റ്. അങ്ങനല്ല ഞാൻ ഈ പറയുന്നത് അങ്ങനല്ല. അതായത് ഏതെങ്കിലും ഒരു വാർഡിൽ നിന്ന് ഒരു BJP കൗൺസിലർ ജയിച്ചു വന്നാൽ അവരെ പിന്നെ ജനങ്ങൾ തോൽപ്പിക്കില്ല. മനസ്സിലായോ? എറണാകുളം സെൻറ്റർ ഒന്ന് എടുത്തു നോക്ക്. അങ്ങനെ എത്രയോ ഈ 5 കൗൺസിലർമാർ ഇവിടെ ഇരിക്കുന്നു. അടുത്ത തവണ ചെല്ലുമ്പോൾ ജനങ്ങള് സ്ഥിരമായി ജയിപ്പിക്കുന്ന സീറ്റും കൊടുത്തല്ല. ശ്യാമള പ്രഭു വിമതയായിട്ട് മത്സരിക്കുന്നു കേൾക്കുന്നു. അത് വിമതയായിട്ട് മത്സരിക്കുന്ന അത് ആരാ പറഞ്ഞത്? അത് വരട്ടെ, അത് വരട്ടെ. കഴിഞ്ഞ തവണ ശ്യാമള ചേച്ചി മത്സരിച്ചില്ല. അല്ല, ഇനി അവരാണോ ഇനി അല്ല, കഴിഞ്ഞ തവണ ശ്യാമള ചേച്ചി മത്സരിച്ചില്ല. മനസ്സിലായി? ആ വിഷയമല്ലല്ലോ, നമ്മളിവിടെ വികസനം സംബന്ധിച്ചുള്ള വിഷയമാണ്. ആ റിബലൊക്കെ ഇവർക്ക് 2 കൂട്ടർക്കും ഉണ്ട്, ഇഷ്ടംപോലെ റിബലുണ്ട്. ഇപ്പൊ അതല്ല വിഷയം. ഞാൻ പറഞ്ഞത് ഒരു തവണ ഒരു ഡിവിഷനിൽ ഒരു BJP ജയിച്ചാൽ പിന്നെ ജനങ്ങൾ അവരെ തോൽപ്പിക്കുന്നില്ല. ഉദാഹരണ സഹിതമാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി? ഇപ്പൊ തന്നെ ഇപ്പൊ നമ്മുടെ ഞാനൊരു ഉദാഹരണം പറയാം. അത് പറയാം. സജീവന്റെ കാര്യമായിരിക്കും. നിക്ക്, അത് ഞാൻ പറയാം. അതായത് ഇപ്പൊ തന്നെ വികസനത്തെ എറണാകുളം സൗത്ത് ഡിവിഷൻ, ആ സൗത്ത് ഡിവിഷന്റെ വികസനം ഇപ്പൊ അവസാന കാലഘട്ടത്തിലും മേയർ പോയി അവിടെ ഉദ്ഘാടനം ചെയ്തു. ഏത് AV വാജ്പേയിയുടെ പേരിലുള്ള ഒരു മന്ദിരം. മനസ്സിലായി? അതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ടുവന്ന് BJPയുടെ കൗൺസിലർമാർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഓരോ അറിയാതെ ചെയ്യുന്നതാണ്. മേയർ അറിഞ്ഞുകൊണ്ടാ. അപ്പോൾ ഇവിടുത്തെ ഓരോ കൗൺസിലും ഓരോ ഡിവിഷനിലെ ജനങ്ങൾ ഇതിപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലുള്ള വികസനം എല്ലാ സ്ഥലത്തും വേണം. അപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ വിജയിച്ച് അധികാരത്തിൽ വരും എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇവിടുത്തെ ഓരോ ജനങ്ങൾക്കും. ശരി സതീശൻ. രാജു പി നായർ, ഈ BJP കൗൺസിലർമാർ ജയിപ്പിച്ചാൽ പിന്നെ മറ്റൊരാളെ തെരഞ്ഞെടുക്കുന്നില്ല ജനങ്ങൾ എന്ന അവകാശം അതെങ്ങനെ കാണുന്നു? അതിലേക്ക് എത്താം. ഈ ഇവിടെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് CPMന്റെ പ്രതിനിധികൾ ചർച്ച കേൾക്കുമ്പോൾ ജെയിംസിന് അറിയാം. ഇപ്പോൾ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒക്കെ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ PMC ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് 2 വാക്ക് പറഞ്ഞാൽ പിന്നെ അജിംസിനെ അങ്ങ് ചീത്ത പറയും. പിന്നെ മാധ്യമങ്ങൾ അങ്ങോട്ടേക്ക് പ്രശ്നമാണെന്ന് പറയും. ചാനലിൽ എപ്പോഴും ചർച്ചയ്ക്ക് വരാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഉണ്ടാവില്ലെന്ന് വെച്ചു. ഷാനിലും അതേ മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിന്റെ കൂടെയാണെന്നുള്ള ആക്ഷേപം അതല്ല. പക്ഷേ പറയട്ടെ, പക്ഷെ ഉയർന്ന പ്രശ്നങ്ങൾക്ക് മറുപടി ഒരു മേയർ ആയിരുന്ന ഒരാള് ഇപ്പൊ ഇവിടെ വന്നിരുന്നിട്ട് CSMLനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ടോണി ചമ്മണ് തിരുവനന്തപുരത്ത് മേയറായിരുന്നു എന്നാണ്. ഇതിന്റെ വസ്തുതകൾ പറയും. CSMLന്റെ പദ്ധതിയെ സംബന്ധിച്ച് 2013 ഇത്തരത്തിൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഇത് നടന്നതിന് ശേഷം 5ാം സ്ഥാനത്ത് കൊച്ചി എത്തിയപ്പോൾ അതിന്റെ DPR അതിന്റെ പ്രോജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടിയന്തരമായി കമ്മിറ്റി വിളിച്ചു. അനിൽകുമാറിന് മറവി രോഗം ബാധിച്ചിട്ടില്ലെങ്കിൽ അന്ന് അനിൽകുമാർ ഉൾപ്പെടെയുള്ള CPMന്റെ പ്രതികൾ 11 മണിക്കൂർ അന്നൊരു ബോട്ട് അപകടം ഉണ്ടായതിന്റെ പേരിൽ കൊച്ചിൻ കോർപ്പറേഷന്റെ ഇതിനെ കമ്മിറ്റിയെ സ്തംഭിപ്പിക്കുകയായിരുന്നു. CSMLന് വേണ്ടിയിട്ട് സമയമില്ല, നമുക്കിനി സമയമില്ല, ഈ പദ്ധതി സമർപ്പിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ സമയത്ത് സമരം ചെയ്തവരാണ് ഇവർ. അതിനുശേഷമാണ് 2000 കോടി രൂപയുടെ, കാരണം CSML വന്നു ഇതിനകത്ത് വന്നു, നമ്മൾ പദ്ധതികൾ കൊടുത്തു. ആ പദ്ധതികളിൽ പല പദ്ധതികൾ ചിലപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടാവില്ല, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലായിരുന്നു. 5 വർഷം സൗമന്യ ഉണ്ടായിരുന്ന സമയത്ത് അറിയാലോ നമുക്ക് CSMLന്റെ പ്രോജക്റ്റുകളെ സംബന്ധിച്ചൊക്കെ വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാം. അതിൻ്റെ ഭാഗമായിട്ട് കുറേ പ്രോജക്റ്റുകൾ നടന്നു. കോൺട്രാക്ടർ കയറിയിട്ട് വീടിൻ്റെ അവകാശം പറയുന്ന അവസ്ഥയല്ലേ മേയറുടെ, അല്ലേ? കോൺട്രാക്ടർ കയറിയിട്ട് മേയറുടെ അവസ്ഥ 5 വർഷത്തെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ എറണാകുളം നഗരം വെള്ളത്തിൽ മുങ്ങി എന്ന് പറയുമ്പോൾ ഈ മേയർ 5 വർഷം ഇരുന്ന മേയർ എന്താ പറയേണ്ടത്? ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ത് സംഭവിച്ചു പറയണ്ടേ? ഞങ്ങൾ എങ്ങനെയാണ് ഇത് തടയാൻ നോക്കിയത്? ഞങ്ങൾ എങ്ങനെയാണ് കനാലുകൾ ഉൾപ്പെടെ ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്തത്? അതിന് പകരം നേരത്തെ വെള്ളം മുങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നതാണോ മറുപടി? ഇത് ഏതെങ്കിലും CPMന്റെ സാധാരണ ചർച്ചകൾക്ക് വരുന്നവരെന്ന് പറഞ്ഞാൽ കുറെ കൂടി മനസ്സിലാക്കാം. പ്രളയം ഉണ്ടാവുന്ന മഴ കൂടിയിട്ടാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ മുഴുവൻ നമ്മൾ ഒരു കാലത്തും കാണാത്ത പ്രളയം ഉണ്ടായിക്കൊണ്ടിരിക്കുക എല്ലാ വർഷവും.
ഇല്ലേ? 2018 മുമ്പ് മഴ പെയ്തിരുന്നില്ലേ? മഴ പെയ്തിരുന്നു. ഇപ്പൊ എന്താ പ്രശ്നം? പ്രളയം ഉണ്ടാകുന്നതിന്റെ കാര്യം എന്താ? 2018 പ്രളയത്തിന് ശേഷം കേരളത്തിലെ മുഴുവൻ പുഴകളിലും കായലുകളിലും ഉൾപ്പെടെ ഒഴുകി വന്ന മണ്ണും കല്ലും മരവും ഉൾപ്പെടെ മുഴുവൻ ഇന്ന് പുഴകളിൽ കിടക്കുക. ഇതൊന്നും നീക്കിയിട്ടില്ല, ഒന്നും ഡീസ്ലീറ്റ് ചെയ്തിട്ടില്ല, ഇതൊന്നും കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്ന് വെള്ളം ഒഴുകി വരുമ്പോൾ നിൽക്കാൻ സ്ഥലമില്ല. ഇത് നേരെ വരുന്നത് ആ ഒഴുകി വരുന്ന വെള്ളം അതിന്റെ വഴി കണ്ടു പോവുകയാണ്. മനസ്സിലായില്ലേ? അല്ലാണ്ട് പ്രളയം 2018 മുമ്പുണ്ടായിരുന്ന മഴയേക്കാൾ കൂടുതൽ ചെയ്തതിന് ശേഷം കനാലുകൾ ശുദ്ധീകരിച്ചാണല്ലോ. കനാല് മാത്രമല്ലല്ലോ, ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരു സ്ഥിരമായിട്ടുള്ള സംവിധാനം ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ത് സംഭവിച്ചു ഇത് പറയണ്ടേ? ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ ടോണി ചമ്മണി ആയിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് CSML ഇവർ നടത്തിയ എതിർപ്പും, CSML എതിർത്തല്ല, പക്ഷെ CSMLന്റെ ആ പ്രോജക്റ്റ് പോകാൻ വേണ്ടി തടസ്സം ഉണ്ടാക്കിയത് ഉൾപ്പെടെ ആ പദ്ധതികൾ ഉണ്ടാക്കിയത് നിഷേധിക്കാൻ കഴിയുമോ? അപ്പോൾ വളരെ കൃത്യമായിട്ട് ഒരു സെഗ്മെന്റിൽ ഒരു മേയർ ആയിരുന്ന ഒരാൾക്ക് ആദ്യത്തെ സെഗ്മെന്റിൽ വികസനം പറഞ്ഞാണ് വോട്ട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ കൊടുത്ത 5 മിനിറ്റ് കൊച്ചി കോർപ്പറേഷനിൽ ഇവർ ചെയ്ത കാര്യങ്ങൾ എക്കമിട്ട് പറയാമായിരുന്നു. അതല്ല, പകരം ഇതെല്ലാം ഒഴികഴിവ് പറഞ്ഞു പോകുന്നതിനാണ് നോക്കുന്നത്. CSMLന്റെ ഭാഗമായിട്ട് കിട്ടിയ 2000 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കാനുള്ള കോൺട്രാക്ടർമാർ മാത്രമായിരുന്നു ഇവര്. അതുപോലും കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പൊ തുരുത്തിയിൽ ഫ്ലാറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട അനിൽകുമാറിന്റെ മേയറായിട്ട് കയറുമ്പോൾ തന്നെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കണം. 3 നില കഴിഞ്ഞു നിൽക്കുന്ന അവിടെ നിന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇല്ലേ? അപ്പോ ഇത് നടപ്പാക്കുന്നതിന് ഒട്ടേറെ നൂലാമാലകൾ ഉണ്ടായിട്ടുണ്ടാവാം. അത് നടപ്പാക്കുന്നതിലുള്ള പദ്ധതികളുടെ താമസമൊക്കെ ഉണ്ടാവാം. ആ പ്രശ്നങ്ങൾ മറികടക്കുന്നതിന് പകരം മറികടന്നത് ചെയ്തിട്ടുണ്ടാവാം കുറെ കാര്യങ്ങൾ. പക്ഷെ അതല്ലാതെ ഇതൊക്കെ തങ്ങളുടെ നേട്ടമാണെന്ന് പറയുന്നത് എട്ടുകാലി മമ്മൂഞ്ഞനെ തോൽപ്പിക്കും എന്നുള്ളതിനപ്പുറം മറ്റൊന്നും പറയാനില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞല്ലോ, ഈ കൊച്ചിൻ കോർപ്പറേഷനിൽ ഇത് മാത്രമല്ല ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. അദ്ദേഹം ചെന്നപ്പോൾ മലയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്താ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ സംഭവിച്ചത്? വൈക്കം വിശ്വന്റെ മരുമകന് കോൺട്രാക്ട് കൊടുക്കാൻ വേണ്ടി കമ്പനിക്ക് കൊടുത്ത തട്ടിപ്പ് അഴിമതിയല്ലേ അവസാനം കൊണ്ടേ കത്തിച്ചത്? എന്തായി? എവിടെ വരെ എത്തി അതിന്റെ അന്വേഷണം? മേയർ പറയട്ടെ, എന്തെത്തിയ അന്വേഷണം? ബ്രഹ്മപുരം കത്തിച്ചതാണെന്ന് അറിയാത്ത ആരെങ്കിലും ഈ ഇന്ന് കൊച്ചിയിലുണ്ടോ, കേരളത്തിലുണ്ടോ? വൈക്കം വിശ്വന്റെ മരുമകന് തട്ടിപ്പിലൂടെ കൊടുത്തതല്ലേ? അവസാന ശേഷം അതിനകത്ത് എനർജി പ്ലാന്റ് കൊണ്ടുവന്നു. എങ്ങനെയാ? ഹൈക്കോടതി ഉത്തരവിട്ടു, ഹൈക്കോടതി നിർദ്ദേശം കൊടുത്തു BPCL CSR ഫണ്ട് വെച്ച് തീർക്കാനായിട്ട് ഇല്ലേ? എന്നിട്ട് അതിന്റെ പേരിൽ ഇപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് മാലിന്യം ഉണ്ടായിരുന്നില്ലെന്ന് പറയുകയാണ്. ഈ മാലിന്യം ഞാൻ ചോദിക്കും, ഈ കൊച്ചിൻ കോർപ്പറേഷന്റെ പരിധിക്കകത്ത് മുഴുവൻ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കെട്ടുകെട്ടിയിട്ടിരിക്കുകയാണ്. സാധാരണക്കാരെ മനുഷ്യർ ചോദിക്കുകയാണ്, ഞങ്ങൾ പണവും കൊടുത്ത് മിൽമയുടെ കവറും മറ്റുള്ളവരുടെ കഴുകി ഉണക്കി മാത്രം കൊടുക്കണം എന്നാ പറയുന്നത്. ഞങ്ങൾ കഴുകി ഉണക്കി പണവും കൊടുത്ത് ഹരിതകർമ്മസേനയുടെ കയ്യിലേക്ക് കൊടുത്തുവിടുന്ന സാധനം അവസാനം വഴിയിൽ കെട്ടിയിട്ടിരിക്കുക. അപ്പൊ അവർ ചോദിക്കുക, ഞങ്ങൾ എന്തിനാ ഈ പൈസ കൊടുക്കുന്നത്? ഞങ്ങൾ എന്തിനാ ഉണക്കാൻ നിൽക്കുന്നത്? ഇത്തരത്തിൽ കെടുകാര്യസ്ഥതയായിരുന്നു. അതാണ് ഒരക്ഷരം പോലും അദ്ദേഹത്തിന് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളിലെ വെക്കിട്ട് കയറുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം കാര്യങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പകരം ഒരു മേയർ ചെയ്യേണ്ടത് ഈ ആരോപണങ്ങൾ വരുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള വസ്തുപരമായ മറുപടി കൊടുക്കുക. ബ്രഹ്മപുരം എന്തായാലും ആളുകൾ ഓർത്തിരിക്കും. അത് നിങ്ങളുടെ മേലൊരു കളങ്കമല്ല എന്ന് സ്ഥാപിക്കാൻ കഴിയും. ഞാൻ ആദ്യം കുറച്ച് കാര്യം പറഞ്ഞേക്കട്ടെ, ഒരു മിനിറ്റ്. രാജു പി നായർ മേയറുടെ പണിയൊന്നും എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ മേയർ എന്നുള്ള നിലയിൽ ചെയ്ത പറയട്ടെ, ഞാൻ എന്റെ സമയത്ത് സംസാരിക്കണം. അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. സൗഹൃദമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. അതായത് അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. എന്റെ സമയത്ത് ഞാൻ സംസാരിക്കും. അജിംസ് ശ്രദ്ധിക്കുന്നതാണ്. എന്റെ സമയത്ത് ഞാൻ സംസാരിച്ചോളൂ. അതെ, എന്റെ സമയത്ത് ഞാൻ സംസാരിച്ചോളൂ കേട്ടോ. ഞാൻ മേയറായി, നിങ്ങൾ എത്ര സംസാരിച്ചാലും അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. അതൊക്കെ കയ്യിൽ വെച്ചാൽ ഞാൻ മേയറായിട്ട് എന്ത് പറയണമെന്ന് രാജു പി നായർ ശ്രമിക്കണ്ട. ഞാൻ മേയറായിട്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ് വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞത്. കൊച്ചി കോർപ്പറേഷനിലെ 72 നേട്ടങ്ങൾ അടിച്ച് ഞങ്ങൾ ജനങ്ങളുടെ കൈവശം വീടുകളിൽ എത്തിച്ചിട്ടാണ് രാജു പി നായരെ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ 10 കൊല്ലം 2 മേയർമാര് ഭരിച്ചിട്ട് നിങ്ങളൊരു കൈപ്പുസ്തകം പോയിട്ട് ഒരു ബിറ്റ് നോട്ടീസ് അടിച്ച് നിങ്ങൾ വീടുകളിൽ ഞാൻ പറയട്ടെ. അപ്പൊ എന്താ പറഞ്ഞത്? ഈ വികസന നേട്ടങ്ങളെല്ലാം ശരിയാണ്, നിങ്ങൾ കേട്ടല്ലേ പറഞ്ഞത്. പക്ഷെ ഈ വികസന നേട്ടങ്ങൾ മുഴുവൻ സ്മാർട്ട് സിറ്റി. ഞാൻ ചോദിക്കട്ടെ അജിംസെ, ഈ തട്ടിപ്പ് പറഞ്ഞ് ഇന്ത്യയിൽ ഗതികെട്ട് പോണതാണ്. ഈ നുണ പറഞ്ഞ് ആളുകളെ പറ്റിച്ച് എത്ര നാൾ പറ്റും? സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ 11 മണിക്കൂർ ചർച്ച നടത്തിയതിനെ പറ്റിയാ പറഞ്ഞിട്ടില്ലേ? ആരോ എന്തോ സംഭവം. ഫോർട്ട് കൊച്ചിയിൽ ബോട്ട് ദുരന്തത്തിൽ 5 പേര് മരിച്ച സമരത്തെ കുറിച്ചാണ് പറയണത്. എന്തോ ഒരു സംഭവത്തിന്റെ പേരിൽ 11 മണിക്കൂറെന്ന്.
11 മണിക്കൂർ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ ഇത് ശരിയാണ്, ഇത് ശരിയാണ്. അത് തെറ്റായിട്ടുള്ള അല്ല, ഞാൻ എന്തോ ഒരു സംഭവം എന്നാണോ പറഞ്ഞത്? ഇത് ശരിയല്ല കേട്ടോ. ഞാൻ എന്തോ ഒരു സംഭവം എന്നാണോ? എന്തോ ഒരു സംഭവം എന്നാണോ? ഇതെന്തറിയോ? എന്റെ സമയത്ത് എനിക്ക് സംസാരിക്കാൻ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ നോക്കി വെക്കണം അതിന്റെ സമയം മനസ്സിലായോ? ഇദ്ദേഹത്തിന്റെ മുഖവും ഞാൻ പറഞ്ഞത് ഇത് മുഴുവൻ നിങ്ങളുടെ കാണികൾ കാണുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ മുഖഭാവവും ഈ ആവേശം ഒക്കെ കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്താ സംഭവിക്കണമെന്ന്. സ്മാർട്ട് സിറ്റിയുടെ പേരിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. മത്സരം നടത്തിയിട്ട് ഞങ്ങൾ 11 മണിക്കൂർ ചർച്ച ചെയ്തുകൊണ്ട് സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് കിട്ടിയില്ലേ? ലോകത്തില്ലാത്ത തരംതാന്നൊരു കാര്യം പറഞ്ഞു കേട്ടില്ലേ? സ്മാർട്ട് സിറ്റിയുടെ ഫണ്ടും പ്രോജക്റ്റും വന്നു കഴിഞ്ഞിട്ട് ചെയ്ത കോൺട്രാക്ടർമാരാണ് ഞങ്ങളെന്ന്. നാണക്കേടല്ലേ ഇതൊക്കെ? രാജു പി നായരെ പോലെയൊക്കെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത ആള് 4-5 കൊല്ലം ഇരുന്ന് TV ചർച്ച ചെയ്തിട്ട് ഈ നിലവാരത്തിലേക്കാണ് എത്തിയത്. എന്നെ പറ്റി പറഞ്ഞു, ഞാൻ മേയർ എന്നുള്ള നിലയിൽ ഇത്ര നിലവാരം കുറഞ്ഞൊരു കാര്യം. ഒരു സഭയിലെ ഒരു മേയറും കാര്യങ്ങളും ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു തന്ന പണത്തിന്റെ കോൺട്രാക്ടർമാരായിരുന്നു നിങ്ങളെന്ന് പറയാൻ നാണമുണ്ടോ? പിന്നെ ഞാൻ ചോദിച്ചത് ശരിയല്ലേ? ഇവിടെ മാത്രമാണ് സ്മാർട്ട് സിറ്റിയുടെ കാശ് വന്നതെങ്കിൽ ഈ ഇന്ത്യയിലെ ബാക്കി നഗരങ്ങളിലെല്ലാം സ്മാർട്ട് സിറ്റിയുടെ പൈസ എവിടെ നിന്നാണ് വന്നത്? ഇനി തുരുത്തിയെ പറ്റി പറഞ്ഞില്ലേ? എൻ്റെ ഫേസ്ബുക്ക് പേജിൽ 3 നിലയുള്ള കെട്ടിടം ഉണ്ടായിരുന്നു. ആ പേജ് എടുത്ത് നോക്കൂ എത്ര ഉണ്ടായിരുന്നു. കമ്പി വാർത്ത് നിന്ന 1-2 നിലയുടെ, അത് എത്ര? ഒരു ഫ്ലാറ്റിന്റെ. നമ്മൾ എത്ര ഫ്ലാറ്റാണ് പണിത ജിംസെ? അതിന്റെ മാനം മുട്ട നിൽക്കുകയല്ലേ 2 ഫ്ലാറ്റ്. കാശ് തന്നാൽ കാശ് എടുത്തു വെച്ചിട്ട് ഒരു പ്രോജക്ട് ഉണ്ടാക്കിയാൽ അല്ല ഞാൻ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. രണ്ടുപേരും കൂടി പ്രൊജക്ട് വന്നതിന് നിരവധി സമരങ്ങളെ തുടർന്ന് കഴിഞ്ഞിട്ട് ചേരും. ആരും വിഭാവനം ചെയ്തൊന്നുമല്ല, ഒരുപാട് പേരുടെ പരിശ്രമം അജിംസെ നിങ്ങൾക്ക് അങ്ങനെയാണല്ലോ. മറ്റത് ചെയ്യുമ്പോൾ ഉമ്മൻചാണ്ടി ഒറ്റയ്ക്ക് ചെയ്താണെന്ന് പറയും, ഞങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാരും കൂടി. ഞാൻ ഒരു മിനിറ്റ് നേരത്തെ അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിന്റെ കാര്യം പറഞ്ഞില്ല. ഞാൻ തെരഞ്ഞെടുപ്പ് ആ തുരുത്തി ഫ്ലാറ്റിന്റെ ഉദ്ഘാടനത്തിന് തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട് കേന്ദ്രത്തിന്റെ ഇത്ര ശതമാനം കാശുണ്ട്. ഇടപെടലെന്ന് ഒരു മിനിറ്റ് 50% കേന്ദ്രത്തിന്റെ ഉണ്ട്. പിന്നെ ഒരു കാര്യം BJP മനസ്സിലാക്കി വെച്ചോളണം, ഇത് മോദി ഗവൺമെന്റ് വെറുതെ ഫ്രീ ആയി കേരളത്തിന് തന്നെ ഞങ്ങൾക്ക് അവകാശപ്പെട്ട കാശാ മലയാളിക്ക്. നിങ്ങൾ ഇവിടെ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന ഇൻകം ടാക്സ് ഉണ്ട്, നിങ്ങൾ ഇവിടെ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന കേന്ദ്ര ഫണ്ടുകളുണ്ട്. ആ ഫണ്ട് മലയാളിയും കൂടി കൊടുക്കുന്ന നികുതിയാണ്. ഞാൻ നോക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ സ്വാഭാവികമായും എല്ലാ കാലത്തും കേന്ദ്ര ഫണ്ട് ഉണ്ട്. ഞാൻ തിരിച്ച് രാജു പി നായരോട് ചോദിക്കട്ടെ, ജവഹർലാൽ നെഹ്റു അർബൻ റിന്യൂവൽ മിഷൻ ഉണ്ടായിരുന്നു, KSUDP ഉണ്ട്, ADB. നിങ്ങളുടെ ടോണി ചമ്മണിയും സൗമിനി ജനും കൂടി എത്ര ശതമാനം അതിൽ ചെലവഴിച്ചു? ഞങ്ങളുടെ കാലത്ത് പാസ്സായി വന്ന പദ്ധതികളാണ്. ADBയുടെ പെർസെന്റ് എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? അജിംസിന് 21%, ബാക്കി 80% വ്യർത്ഥമായി. JNNURത്തിന്റെ പെർസെന്റ് എത്രയാണെന്നറിയോ? 40%. എന്തേ? നിങ്ങളുടെ ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലുണ്ടായിരുന്ന പദ്ധതിയല്ലേ? ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഡൽഹിയിൽ പോയി പാസ്സാക്കി കൊണ്ടുവന്ന പദ്ധതിയല്ലേ? നിങ്ങളുടെ UPA സർക്കാരിൻ്റെ അടുത്ത് എന്താ നിങ്ങൾ 10 കൊല്ലം കിട്ടിയിട്ട് ആ JNNUR പദ്ധതിയും ADB പദ്ധതിയും നടപ്പിലാക്കിയില്ല? പിന്നെ മാലിന്യത്തെ പറ്റി പ്രസംഗിക്കുന്നു, നാണമുണ്ട് അവർക്ക്? ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിന്റെ കാര്യം പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടില്ലേ? റോട്ടിൽ പണ്ട് എല്ലാം പ്ലാസ്റ്റിക് കിട്ടി. ഇപ്പൊ ഒരു പണി തുടങ്ങിയിട്ടുണ്ട്. ഇവർ അതിലൊക്കെ മിടുക്കന്മാരാ. ഇവർക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് റോട്ടിൽ തന്നെ പ്ലാസ്റ്റിക് കെട്ടിവെച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മോശമായ പൂർത്തിയാക്കട്ടെ. ഇതൊക്കെ അജിംസിനോട് ആരാ പറഞ്ഞത്? പോയി കണക്കെടുത്തണ്ട. വെറുതെ ഇരിക്കുന്നു, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടല്ലേ. ഹരിതകർമ്മസേനയിലെ എല്ലാ പാർട്ടിയിലും പെട്ട ആളുകളുണ്ട്. അജിംസിനെ എല്ലാവരും ഞങ്ങളുടെ പാർട്ടി ചേർക്കണം. ചേർത്തോ? ഞാൻ പറയട്ടെ, വെറുതെ ഇരിക്കുക അജിംസെ. വെറുതെ അങ്ങനെയൊക്കെ അങ്ങ് കയറി ഇളക്കല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പറയുന്ന സാധനങ്ങൾ കെട്ടിവെക്കുന്നതിന് വേണ്ടി കേരളത്തിന് മുഴുവൻ മാതൃകയാകുന്ന വിധത്തിൽ നമ്മുടെ കണ്ടെയ്നേഴ്സ് കൊണ്ടുവന്ന് അതിൽ പെയിന്റ് അടിച്ച് ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ വരച്ചത് ഞങ്ങളല്ലേ. അജിംസ് ഇപ്പൊ പോയി നോക്ക്, രവിപുരത്ത് RRF പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ കാലത്ത് ഒരൊറ്റ RRF പ്ലാന്റ് പ്രവർത്തിച്ചിട്ടുണ്ടോ? ഒറ്റെണ്ണം. ഞങ്ങൾ രവിപുരത്തും മറൈൻ ഡ്രൈവിലും ഏറ്റവും അത്യാധുനികമായ എല്ലാ സജ്ജീകരണങ്ങളുമുള്ള എങ്ങനെയാണ് പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതെന്നും സംസ്കരിക്കുന്നതെന്നും വേർതിരിച്ച് സംസ്കരിക്കുന്നതെന്നും ക്ലിയർ അല്ലേ? ബ്രഹ്മപുരത്ത് ആ സംഭവത്തിന് ശേഷം 1 കിലോ മാലിന്യം പോലും കൊണ്ടുപോയി ഇടാത്ത ഒരു കോർപ്പറേഷൻ അല്ലേ? ഇവിടെ സോണ്ടയെ പറ്റി പറയുന്നു, അന്വേഷണം വിജിലൻസ് ആണ്. ഞാൻ രാജു പി നായരോട് പറയാം, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാത്തിനും CBI അന്വേഷണം പറയുന്ന ആൾക്കാരല്ലേ. ഞാൻ മേയർ എന്ന നിലയിൽ ധൈര്യമായിട്ട് പറയുക, നിങ്ങൾ വൈക്കം മിഷന്റെ മരുമാൻ്റെ കാര്യമല്ലേ പറയണേ? നിങ്ങൾ അന്വേഷിക്കുക, CBI കൊണ്ട് അന്വേഷിപ്പിക്കുക. ഞാൻ അന്ന് കൗൺസിലിൽ പറഞ്ഞു, രസകരമായ പല സംഭവങ്ങളും പുറത്തു വരും. കാരണം ഒരു മിനിറ്റ്, പൂർത്തിയായിട്ട് ഇടയ്ക്ക് ഇടപെടല്ലേ. അതായത് ആരാണ് ഈ വൈക്കം മിഷന്റെ മരുമകന്റെ കമ്പനിയിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അയാളുടെ മൊബൈൽ ഫോൺ പരിശോധിക്കട്ടെ, അയാളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കട്ടെ. അങ്ങനെയല്ലേ ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ പ്രശ്നങ്ങളൊക്കെ പോണത്. നല്ല കൃത്യമായ പരിശോധന നടക്കട്ടെ. അപ്പൊ അജിംസെ
ഞങ്ങൾ വിജിലൻസ് എന്താ പരിശോധിക്കാത്തത്? വിജിലൻസ് അവരല്ല ഭരിക്കുന്നത്. അദ്ദേഹം വിജിലൻസ് പരിശോധിച്ചിട്ട് എന്തായി വൈക്കൊമ്മിഷന്റെ വരുമാനന്റെ കാര്യമല്ല പറയണത്. അതല്ല ഞാൻ പറഞ്ഞത്, എന്താ CBI പരിശോധിക്കട്ടെ എന്ന്. ഞാൻ വെറുതെ പറയൂല്ലോ. അല്ല, നിങ്ങൾക്ക് പുതിയ എന്തോ കാര്യം അറിയാന്നാ പറയുന്നത്. ആര് വിളിച്ചു എന്നറിയാം, അങ്ങനെയാണ് പരിശോധിക്കേണ്ടത്. ഞാനെന്താ പറഞ്ഞ വിജിലൻസ് അജിംസ് എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവണം? ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. അജിംസിന് വല്ല ബുദ്ധിമുട്ടുണ്ട്? ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. ഞാനെന്താ പറഞ്ഞ, ഇപ്പൊ വിജിലൻസ് ആണ് പരിശോധിക്കുന്നത്. അതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ CBI പരിശോധിക്ക്. എനിക്ക് യാതൊരു പ്രശ്നമില്ല. അതായത് നിങ്ങളുടെ ടെലിവിഷൻ ചാനലുകളൊക്കെ എന്റെ മുഖം നോക്കുന്നുണ്ടല്ലോ. സോണിലെ ഫോണിൽ വിളിച്ചാരെ കുറിച്ച് പറഞ്ഞു, അതുകൊണ്ടാണ് ചോദിച്ചത്. മേയറാണ് സംസാരിക്കുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്. ഞാനതല്ലേ പറഞ്ഞത്. സോണിന്റെ ഫോണിൽ വിളിച്ച കാര്യമല്ല ഞാൻ പറഞ്ഞത്. സോണിന്റെ ആയിട്ട് ആരൊക്കെയാണ് ഫോണിൽ സംസാരിച്ചേക്കുന്നത്? അങ്ങനെയല്ലേ ഒരു അന്വേഷണം നീളുന്ന? അങ്ങനെയല്ലേ? അങ്ങനെ സംശയമുണ്ട് മേയർക്ക്. ആരൊക്കെയോ സംസാരിച്ചിട്ടുണ്ടെന്ന് സംശയമുണ്ട് മേയർ. സോണിന്റെയും ആരൊക്കെയോ സംസാരിച്ചിട്ടുണ്ടെന്ന് സംശയം. ആരുടെയും സംശയം? ഇപ്പൊ ഇവര് പറഞ്ഞ സംശയം പറഞ്ഞപ്പോ ജിംസിന് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കാം. വൈക്കൊമ്മിഷന്റെ അപ്പൊ ഞാൻ പറയുന്നത്, വിജിലൻസ് ഇപ്പൊ അന്വേഷണം നടത്തുന്നുണ്ട്. നാളെ അത് CBIയുടെ അന്വേഷണം വന്നാലും ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ അക്കാര്യത്തിൽ തെറ്റായ ഒരു കാര്യത്തിൽ ഇടപെട്ടില്ല. നിക്ക് പോലെ. ഈ സോണ്ടയ്ക്ക് മുമ്പ് നമ്മുടെ മഹാരാജാസ് കോളേജിൽ ഒരു 4-5 വിദ്യാർത്ഥികളെ വെച്ചിട്ട് BPCLന്റെ കാര്യം പറഞ്ഞില്ലേ, BPCL നിന്നും കാശ് വാങ്ങി CSR ആയ കുട്ടികൾക്ക് കൊടുത്തിട്ട് ഇവിടെ ഒരു വേസ്റ്റ് ടു എനർജി പ്ലാന്റ് ഉണ്ടാക്കാനുള്ള പരിശ്രമം നടത്തിയിരുന്നു. ആരായിരുന്നു അതിന്റെ പിന്നിൽ? അതും കൂടി അന്വേഷിക്കും. ഇപ്പൊ വിജിലൻസ് ഒക്കെ അന്വേഷിക്കണ്ടല്ലോ, അന്വേഷിക്കട്ടെ. ഇനി അടുത്ത കാര്യം, RR പ്ലാന്റ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ CBG പ്ലാന്റ് ഹൈക്കോടതി ഇപ്പൊ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിനെ പറ്റി പറഞ്ഞില്ലേ? നമുക്കെല്ലാം അറിയുന്ന ആളല്ലേ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ. ഈ കഴിഞ്ഞ 3 മാസം മുമ്പ് ജിംസ് വായിച്ചില്ലേ പത്രവാർത്ത? ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ കൊച്ചി നഗരസഭയെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വിധിന്യായത്തിൽ, സാധാരണ വെറുതെ പാസിംഗ് റിമാർക്കേ പറയുള്ളൂ, വിധിന്യായത്തിൽ തന്നെ കൊച്ചി കോർപ്പറേഷൻ ഹസ് ഡൺ എ കമൻഡബിൾ ജോബ് എന്ന് പറഞ്ഞു. കേസ് അദ്ദേഹം ക്ലോസ് ചെയ്തു ഈ കഴിഞ്ഞ മാസം, ഓർമ്മയില്ലേ? ആ കേസ് തന്നെ ക്ലോസ് ചെയ്ത് കളഞ്ഞു. എന്താ അങ്ങനെ? ചെവിക്ക് പിടിച്ചത്. നിങ്ങൾ നന്നായി പ്രവർത്തിച്ചു. ഞങ്ങൾ ചെവിക്ക് പിടിക്കുമ്പോ നന്നാവുന്നെങ്കിലും ചെയ്യും. മറ്റവര് ചെവിക്ക് പിടിച്ച ചെവി പറിച്ചുകൊണ്ട് പോയാൽ പോലും ഈ തട്ടിപ്പും തരികടയും പറഞ്ഞ് എങ്ങനെ ആളുകളെ പറ്റിക്കാന്നുള്ളതാണ് ആലോചിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ വാദഗതികളും പൊളിഞ്ഞു. ഞങ്ങൾ മാലിന്യ സംസ്കരണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ജനങ്ങൾക്കറിയാം. ഞങ്ങൾ സമൃദ്ധി ഉൾപ്പെടെയുള്ള പ്രോജക്റ്റുകൾ ചെയ്തതിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ആളുകളുടെ മുമ്പിലുണ്ട്. ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്, തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തുടർച്ചയുണ്ടാവും. ഒറ്റ വാക്കുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക. ഞങ്ങളെ സംബന്ധിച്ചൊരു ഗ്രൗണ്ട് ഉണ്ടാക്കി തന്നത് ഇവരുടെ ഈ തന്ത്രമാണ്. അതായത് ഈ നടന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ കാണുന്നതെല്ലാം ഇട്ട ലൈറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇതെല്ലാം ഞങ്ങൾ അന്ന് സ്വപ്നം കണ്ടതാണെന്ന് പറഞ്ഞില്ലേ? ശരി, ഇതാണ് ഞങ്ങളുടെ ബിഗ് ഫൈറ്റിൽ പങ്കെടുക്കുന്ന കൊച്ചി മേയർ തന്നെയാണ്. മേയർ നിരവധി കാര്യങ്ങൾ താൻ നിർവഹിച്ച നിരവധി വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചാണ്, ആത്മവിശ്വാസത്തോടെയാണ് വോട്ട് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. ജനങ്ങൾക്കറിയാം തങ്ങൾ എന്ത് ചെയ്തു എന്നാണ്. അതേസമയം UDF ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതെല്ലാം മുമ്പേ തുടങ്ങി വെച്ചതാണ്. അവർ വിഭാവനം ചെയ്തതാണ്, സ്വപ്നം കണ്ടതാണ്. അത് പൂർത്തിയാക്കുന്ന കോൺട്രാക്ടർമാരുടെ പണിയാണ് LDF ചെയ്തത് എന്നാണ്. എന്തായാലും ജനങ്ങൾക്ക് അതെങ്ങനെ അനുഭവവേദ്യമായി എന്നുകൂടി പരിശോധിക്കണമല്ലോ. പ്രേക്ഷകരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിച്ചോളൂ, എഴുതിട്ട് ചോദിച്ചു. മേയറോടൊരു ചോദ്യം. അതായത് വെള്ളക്കെട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഈ മുല്ലശ്ശേരി കനാൽ റോഡ് എത്ര നാളായി പണി നടക്കുന്നത്? അവസാനം കോടതി പറഞ്ഞപ്പോഴാണ് വീണ്ടും ആ പണി തുടങ്ങി. എത്ര നാളായി, ഇപ്പോഴും ആ പണി തീർന്നിട്ടില്ല. അതൊന്ന്. ഞാൻ ഈ പനമ്പിള്ളിയാർ നിവാസിയാണ്. ഇവിടെ CSML ലൈറ്റുകൾ അത് പോയി കഴിഞ്ഞ് ഒന്ന് കെട്ടുപോയി കഴിഞ്ഞാൽ അത് നന്നാക്കാൻ 6 മാസം എടുത്ത്, പലയിടത്തും 6 മാസം കൊണ്ടാണ് ഒരു ലൈറ്റ് നന്നാക്കണം. അപ്പോൾ ഞാൻ അറിഞ്ഞത് അത് റിപ്പയർ ചെയ്യാനുള്ള കോൺട്രാക്റ്റ് കൊടുത്തിട്ടില്ല, ഇടാനുള്ള മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നാണ് അറിഞ്ഞത്. സത്യമാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതുപോലെ തന്നെ മുല്ലശ്ശേരി കനാലിൻ്റെ. അപ്പോൾ ആദ്യം മുല്ലശ്ശേരി കനാൽ പറയാം. മുല്ലശ്ശേരി കനാൽ നിങ്ങൾക്കറിയാം, അതിൻ്റെ ഒരു എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ താങ്കൾ ചോദിച്ചതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ടെന്ന് എനിക്കറിയാം, താങ്കൾക്കും അറിയാം. ഒന്ന്, മുല്ലശ്ശേരി കനാലിൻ്റെ സൈഡിൽ തന്നെ സിവേജ് ലൈനൻസ് ഉണ്ടായിരുന്നു, കുടിവെള്ളത്തിൻ്റെ കണക്ഷൻ ഉണ്ടായിരുന്നു. സ്വാഭാവികമായി ഇതെല്ലാം മുഴുവൻ മാറ്റാതെ നമുക്ക് നടത്താൻ കഴിയില്ല. ഓപ്പറേഷണൽ ലൈൻസാണ്, ഒറ്റയടിക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം. ഇതാ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. വിവിധ ഏജൻസികൾ ഒരുമിച്ച് വരേണ്ട കാര്യമാണ്. ഞാനും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും അങ്ങ് മനസ്സിലാക്കേണ്ടത്, ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ കീഴിലുള്ള അമിക്കസ് ക്യൂറിമാറും എല്ലാം ഈ കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് ആ ഏകോപനം നടത്തിയത്. അത് പതുക്കെയായിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ മുല്ലശ്ശേരി കനാലിന്റെ പണി പൂർത്തീകരിച്ച ശേഷം അവിടുത്തെ വെള്ളക്കെട്ടിൽ ഒരു പരിധി വരെ കുറവുണ്ടായിട്ടുണ്ട്. പിന്നെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ മൊത്തത്തിൽ അത് മാത്രമല്ല. രണ്ടാമത്തെ കാര്യം ലൈറ്റ് ആദ്യം പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങേക്ക് അറിയാം, എങ്കിലും എനിക്ക് കിട്ടിയൊരു അവസരം എന്നുള്ളത് ഞാൻ പറയുകയാണ്. ഈ ലൈറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ലൈറ്റിന്റെ മെയിൻ്റനൻസ് ആ കമ്പനിയാണ്. പഴയ ലൈറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ലൈറ്റ് ഇങ്ങനെ ഈ ഒരു
ആടിപ്പോകുന്ന പല്ലുപോലെ ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും വീഴുന്ന പോലെയായിരുന്നു. ഇത് ഒരു ലൈറ്റിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് നമ്മൾ കാണാത്തതാണ്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി ചെയ്ത് സ്മാർട്ട് റോഡുകളിൽ മാത്രമാണ്. കൊച്ചിയിലും അങ്ങനെയായിരുന്നു ആദ്യം. ഞങ്ങൾ ചെയ്തൊരു പാൻ സിറ്റി പ്രോജക്റ്റാക്കി, എല്ലായിടത്തും ആ ലൈറ്റ് മാറ്റി. ആ ലൈറ്റിൻ്റെ പവർ വലുതാണ്. പക്ഷെ അതേ സമയത്ത് ആ ലൈറ്റിൻ്റെ ഭാഗമായി വരാൻ പോകുന്ന റിപ്പയറും മറ്റു കാര്യങ്ങളും അവർ തന്നെയാണ് ചെയ്യുന്നത്. മറ്റൊന്ന്, ഞങ്ങളുടെ കറണ്ടിൻ്റെ കൺസംഷൻ, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ശരിയല്ലടാ, നിങ്ങളുടെ തന്നെ നികുതിപ്പണമാണ്. 1.5 കോടി രൂപ ഒരു മാസം ചെലവഴിക്കുന്നത് പറയാം. 1.5 കോടി രൂപയുടെ ഒരു ചെലവ് 30 ലക്ഷമായി കുറയുകയാണ് മീറ്റേഴ്സൊക്കെ വന്നു കഴിയുമ്പോൾ. അപ്പം നമ്മുടെ നികുതിദായകർക്ക് അത് വലിയ ലാഭമാകുന്ന ഒരു ഭാവനാസമ്പന്നമായ പ്രോജക്റ്റാണ്. 6 മാസം വൈകുന്ന ഒരു പുതിയ കമ്പനി അവരെന്നോട് ഒന്ന് പറഞ്ഞെന്താണെന്നറിയൂ, ഈ കേബിളുകളും മറ്റു കാര്യങ്ങളും ഇത് കേരളത്തിന് പുറത്ത് പല നഗരങ്ങളിലും ഇല്ലാത്ത പ്രയാസമാണ് ഇവിടെ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഇപ്പോൾ ആ പ്രശ്നം റിപ്പയറിനെ സംബന്ധിച്ചില്ല. അദ്ദേഹത്തിനും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും ലൈറ്റ് അങ്ങനെ രണ്ടാമത് ഫോൺ എടുക്കണ്ട, എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിരിക്കും. അങ്ങ് എനിക്ക് ഏത് ലൈറ്റ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ യോഗം കഴിയുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് അങ്ങ് പോസ്റ്റ് നമ്പർ എനിക്ക് എടുത്തു തന്നാൽ അങ്ങേക്ക് ഉറപ്പ് തരുന്നു വിത്തിൻ 24 hours ആ ലൈറ്റ് നന്നാക്കിയിരിക്കും. ഇത് ഇപ്പം മേയർ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത് ഉത്തരവാദിത്തം കൂടിയാണ്. ഇനി അത് കഴിഞ്ഞാലും സംഭവിക്കാൻ പോകുന്നൊരു കാര്യം, ഇവരിപ്പോൾ റിപ്പയറിൻ്റെ അങ്ങ് പറഞ്ഞില്ലേ, അത് കൊടുത്തു. 2 മാസമായിട്ട് ഇപ്പോൾ അവർക്ക് കൊടുത്തു. റിപ്പയറിൻ്റെ കോൺട്രാക്റ്റും കൊടുത്തു. ആ റിപ്പയറിൻ്റെ കോൺട്രാക്റ്റിലെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു ലൈറ്റ് റിപ്പയർ ചെയ്യുന്നതിൽ വൈകലുണ്ടായാൽ അതിന് പെനാൽറ്റി ഉൾപ്പെടെ ആ കമ്പനി കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊളിറ്റിക്സ് ഒക്കെ മാറ്റി നിർത്തൂ. അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പുതിയ പ്രോജക്റ്റ് വരുന്നു, കോർപ്പറേഷൻ മൊത്തത്തിൽ ലാഭം ഉണ്ടാകുന്നു. ഒരു പുതിയ ഇൻവെസ്റ്റർ വന്നൊരു കാര്യം ചെയ്യുമ്പോൾ തുടക്കത്തിലുണ്ടാകുന്ന ഒരു 3-4 മാസത്തെ ഇഷ്യൂസാണ്. ആ ഇഷ്യൂസ് ഇപ്പോൾ കൗൺസിലർമാരെ സംബന്ധിച്ച് അത് പരിഹരിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ എന്നെ എല്ലാ കൗൺസിലർമാരും താങ്കൾ പറഞ്ഞ പോലെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂവും നമ്മളെ സംബന്ധിച്ചില്ല. പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേയിലേക്കുള്ള കേബിളുകളുടെ പ്രശ്നങ്ങളിൽ NH-മായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഒഴിച്ചാൽ നമുക്ക്, അല്ലെങ്കിൽ KMRL ചില ഇഷ്യൂസ് ഈ മെട്രോ കോറിഡോറിൽ ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ലൈറ്റ് നമുക്ക് കൃത്യമായി റിപ്പയർ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിലും അത് തീർച്ചയായിട്ടും ഇത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സതീശൻ, ഒരു മന്ത്രി MB രാജേഷ് പോലും ആ റീൽ ഇങ്ങനെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. കൊച്ചി നഗരം മുഴുവൻ നല്ല വെളിച്ചമാണ്, പെൺകുട്ടികൾക്കൊക്കെ ഭയമില്ലാതെ സഞ്ചരിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. ഞാനേ ആദ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് ആകെ ഒരു ചെറിയ സമയം തന്നു സംസാരിച്ചു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് വിശദമായിട്ട് പറയാനുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇപ്പം ഇവർ രണ്ടുപേരും ഇവിടെ നടത്തിയ വികസനത്തെ പറ്റിയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പരാതികൾ പറയുകയാണ്. ഇപ്പം ഒരു ഉദാഹരണത്തിന്, നമ്മൾ ഈ നിൽക്കുന്ന പനമ്പള്ളി നഗർ തന്നെ, ഇപ്പം മഴയുടെ കാര്യം പറഞ്ഞല്ലോ, 1.5 മണിക്കൂറാണ് കഴിഞ്ഞ ദിവസം മഴ പെയ്തത്. ശരിക്കും വഞ്ചിയിട്ട് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോഴും ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഈ പറയുന്ന LIG ഉൾപ്പെടെ ഈ LIG കോൺഗ്രസിൻ്റെ കൗൺസിലർമാരാണ് അവിടെ ഉള്ളത് ഈ പനമ്പള്ളി നഗർ ഡിവിഷനിൽ. അവരെ എല്ലാ വർഷവും പറയും ഞങ്ങളിപ്പോൾ എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ജയിച്ചു പോകും. പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷം ഉണ്ടായിട്ടും ഇവരത് ചെയ്തില്ല. വെള്ളക്കെട്ട്, അതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം വികസനമാണ് അടിസ്ഥാന ആവശ്യം. അതിന് ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ഡിവിഷനിലൊന്നും വെള്ളക്കെട്ടില്ലേ? എല്ലായിടവും, എല്ലാ സ്ഥലത്തും. ഒരു ചെറിയ ഉദാഹരണം പറയാം. അത് കൊച്ചിയിലാണ് പ്രത്യേകത. 1.5 മണിക്കൂർ, അത് ഒരു ദിവസം മഴ പെയ്തിരുന്നെങ്കിൽ ഈ മേയർ ഉൾപ്പെടെയുള്ളവര് വഞ്ചിക്കകത്ത് പോലും പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അത് ഈ കൊച്ചി മുഴുവനുമാണ്. അപ്പം ഞങ്ങൾ പറയുന്നത്, BJPയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ അടിസ്ഥാന വികസനമാണ് ആവശ്യം. മനസ്സിലായോ? ഞങ്ങൾ പറയാം, ഇവിടെ തെരുവോര കച്ചവടം, ഇവിടെ ലൈസൻസ് ഒക്കെ മേയർ കൊടുത്തിട്ടുണ്ട്, തെരുവോര കച്ചവടക്കാരുണ്ട്. അവരെ പോലും പുനരുദ്ധരിപ്പിക്കുന്ന പദ്ധതി, അതായത് കേന്ദ്ര സർക്കാർ അവർക്ക് ചെറിയ പലിശയ്ക്ക് വായ്പ, അതായത് ഏറ്റവും താഴെ തട്ടിലുള്ളത് മുതൽ എല്ലാ വികസനത്തിനും ഈ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇവർ ചെയ്യുന്നത് ഇങ്ങനൊന്നും ചെയ്തില്ല. ഇവർ കായലുകൾ നികത്താനുണ്ടെങ്കിൽ അത് നികത്തും. സൗമിനി ജെയിൻ ഇവിടെ മേയറായിരുന്നപ്പോഴാണ് ചെലവന്നൂർ കായലിലെ നടുക്കുട റോഡ് വെട്ടി. അല്ലല്ല, ഈ വഴിവാണിഭക്കാരെ പുനരുദ്ധരിപ്പിക്കാനുള്ള കേന്ദ്ര പദ്ധതിയിൽ കൊടുക്കുന്ന പണം ഇവിടുത്തെ സാധാരണ ഒരു വഴിവാണിഭക്കാരനെ പുനരുദ്ധരിപ്പിക്കാൻ പറ്റുമോ കേരളത്തിൽ? സാധാരണ ഒരു വഴിവാണിഭക്കാരനെ പുനരുദ്ധരിപ്പിക്കാൻ മതിയാവുമോ? മതിയാവൂല. പക്ഷെ അങ്ങനെ ഒരു പണ്ടൊന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും അങ്ങനെ ഒരു ആനുകൂല്യം ഉണ്ടായിട്ടില്ല. നേരത്തെ ഇപ്പോൾ മേയർ പറഞ്ഞല്ലോ ഇവിടെ ഞങ്ങളുടെ അവകാശമാണ്, കേരളത്തിലെ ജനങ്ങളുടെ അവകാശമാണ് നികുതിപ്പണം. അങ്ങനെ പറഞ്ഞു. ഇവിടെ കേരളത്തിൽ നിന്ന് 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടുണ്ട് ഇവരുടെ പിന്തുണയോടുകൂടി കേന്ദ്രം ഭരിച്ചിട്ട്. അന്നൊന്നും ചോദിക്കാത്ത ചോദ്യമാണ് ഇപ്പം മേയർ ഇപ്പം ചോദിക്കുന്നത്. മനസ്സിലായോ?
ഇപ്പോൾ കേന്ദ്ര സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ അടിസ്ഥാന വികസനങ്ങളൊക്കെ നടപ്പാക്കുന്നതിന് വേണ്ടി ഇഷ്ടം പോലെ ഫണ്ട് മേയർ ചോദിച്ചു കഴിഞ്ഞാൽ തരൂല്ലെന്ന് പറയില്ല. അല്ലെ മേയർ പറയട്ടെ, മേയർ ഒരു പദ്ധതി കേന്ദ്രത്തിന് മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് പാസ്സാക്കി കൊടുക്കുകയാണ്. ഒരുപാട് ഓട്ടവും ചാട്ടമൊന്നുമില്ല. പക്ഷേ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഫണ്ട് വലിയ അനുഭവമാണ് കേരളത്തോട്. ആ ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ മിണ്ടില്ല. അല്ല, അങ്ങനെയാണ്. നരേന്ദ്രമോദിയുടെ ആണെന്ന് പറയില്ല. ഒരു പദ്ധതി വെച്ചാൽ വലിയ അനുഭവം പറയില്ല. രണ്ടൂട്ടരുടെയും പ്രശ്നം ഇതാണ് ഇവിടെ. അതുകൊണ്ട് ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞ പോലെ BJP ഒരു ഡിവിഷനിൽ ജയിച്ചാൽ പിന്നെ ജനങ്ങൾ അവരെ തോപ്പിക്കില്ല. മനസ്സിലായി? അത്ര വികസനങ്ങളാണ്. ഓക്കെ, ഏതായാലും കേന്ദ്ര പദ്ധതികൾ നേരെ ചെയ്ത് കൊണ്ടുവരാത്തത് കൊണ്ടാണോ കൂടുതൽ വികസനം വരാത്ത? അങ്ങനെയാണോ? ചോദിച്ചോളൂ. ആരോട്? അല്ല, എനിക്ക് ചോദിക്കാനുള്ള മേയറിനോടാണ്. നിങ്ങളെ ഇവിടെ പനമ്പള്ളിയാർ സ്വദേശി എന്ന നിലയിൽ നമുക്ക് ഏറ്റവും അധികം രൂക്ഷമായ വിഷയം വെള്ളക്കെട്ടാണ്. ഇപ്പോൾ നിങ്ങളുടെ ഭരണം വന്നപ്പോൾ നമുക്ക് കിട്ടിയ മോഹന വാഗ്ദാനങ്ങൾ അനുസരിച്ച് ഡച്ച് മോഡൽ വികസനം പനമ്പള്ളിയിൽ നടപ്പിലാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ അതെ, അപ്പോൾ നമ്മൾ ഇന്നും ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ പനമ്പള്ളിയാറിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ്. അപ്പോൾ കനാലുകൾ വൃത്തിയാക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഈ വെള്ളക്കെട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും നിങ്ങളുടെ പരാജയമല്ലേ? അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം വെള്ളക്കെട്ടിനോടൊപ്പം തന്നെ കുടിവെള്ള പ്രശ്നമാണ്. ഇന്ന് ഈ പ്രദേശത്ത് കുടിവെള്ളം കിട്ടാതെ പോകുന്ന നിങ്ങൾക്ക് എന്ത് പരിഹാരമാണ് ചെയ്യാൻ കഴിയുന്നത്? മറ്റാർക്കെങ്കിലും ചോദ്യമുണ്ടോ? ബഹുമാനപ്പെട്ട മേയറോടാണ്. ഒരു അനാസ്ഥയെ പറ്റിയാണ്. ഞാൻ എറണാകുളം നിയമകലാലയത്തിൽ വിദ്യാർത്ഥിയാണ്. അപ്പം ഞങ്ങളുടെ ഹോസ്റ്റലിൽ 120ഓളം വിദ്യാർത്ഥികളുണ്ട്, 40ഓളം റൂമുകളുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ദിവസവും ഒരുപാട് വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, പക്ഷേ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അവിടെ കുമിഞ്ഞു കൂടുകയാണ്. ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഹോസ്റ്റൽ പരിസരത്ത് കുമിഞ്ഞു കൂടിയിട്ട് നമുക്ക് കോർപ്പറേഷൻ ആരും വന്ന് കൊണ്ടുപോകുന്നില്ല. അതുകൂടാതെ തന്നെ നമുക്ക് എവിടെയും കൊണ്ട് കളയാൻ കഴിയില്ല. അപ്പോൾ ഇത് കുമിഞ്ഞുകൂടി അവസാനം അവിടുത്തെ അധികാരികൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ വർക്കേഴ്സിന് കത്തിക്കേണ്ട അവസ്ഥയാണ്. അത് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ അനാസ്ഥയൊന്നും മുന്നിലേക്കാണ്. ഇതിന് എന്ത് പരിഹാരമാണ് കോർപ്പറേഷൻ നൽകാനുള്ളത്? ശരി, ഞാൻ 2 പ്രശ്നത്തെ സംബന്ധിച്ചും പറയാം. അജിംസ് വേണമെങ്കിൽ ഞാൻ ഈ ഫോൺ അങ്ങോട്ട് തരാം. എന്തിന്? ഞാൻ പറഞ്ഞുതരാം, പറയട്ടെ. ഒരു 20 ദിവസം മുമ്പ് ഈ പാർക്കിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു പാർക്കുണ്ടായി. പനമ്പള്ളിയാറിലെ എല്ലാ പാർക്കും ഞങ്ങൾ മനോഹരമാക്കി. ആ പാർക്കിൽ വെച്ചാണ് കോൺഗ്രസിൻ്റെ കൗൺസിലർ എന്നെ ഇങ്ങോട്ടൊരു പൊന്നാട അണിയിച്ചു. എന്നിട്ട് ആ പ്രസംഗത്തിൽ പറഞ്ഞു, ഇത്രയും അധികം കാര്യങ്ങൾ കൊച്ചി നഗരസഭയിലെ മേയർ എന്ന നിലയിൽ എനിക്ക് സഹായം മാത്രമല്ല, സാധാരണ ഒരു സഹായമല്ല, ഞാനൊരു പറയട്ടെ, നിങ്ങളുടെ പണിയല്ലെന്ന് ഞങ്ങളുടെ പണി. നിങ്ങൾ ഏതാണ്ട് BJP ആഫീസിൽ നിന്ന് നോട്ടടിച്ച് തരുന്ന പോലെയാണ്. ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. നമ്മളെ ജനങ്ങളുടെ ഞാൻ വെറുതെ ഒന്ന് എന്ത് മുന്നണി? പൈസ ജനങ്ങളുടെ നികുതിപ്പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ എന്ത് മുന്നണി? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ജയനു വെറുതെ ഇടപെടല്ലേ പ്ലീസ്. ഞാൻ അങ്ങോട്ട് വരും കേട്ടോ. ഇപ്പൊ വരാം അങ്ങനെ ആവശ്യമില്ലാത്ത ഇളക്കിയതാണ്. ഇപ്പൊ ഞാൻ വരാം, ഒരു മിനിറ്റ്. ഈ പറയുന്ന അവിടെ വേറൊന്നുമല്ല പറഞ്ഞത്. ഞാൻ ആ സഹോദരി എന്താ പറഞ്ഞത്? സാധാരണ ഒരു മേയറിൽ നിന്നും വ്യത്യസ്തമായി ഞങ്ങളെ മുറിയിലേക്ക് ചെന്നാൽ ഒരു തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സം കൂടി മാറ്റി ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഞങ്ങൾ നൽകുന്ന അംഗീകാരമാണെന്ന് പറഞ്ഞ് കൗൺസിലറും തന്നു. നേരത്തെ നിങ്ങൾ പറഞ്ഞ ഹരിതകർമ്മസേനക്കാരും അംഗീകാരം തന്നു. അവിടെ നിൽക്കട്ടെ, നിങ്ങൾ മറ്റേ കൗൺസിൽ വാർത്തകളിലൊക്കെ ഇത് വന്നു. സാധാരണ കോൺഗ്രസ് കൗൺസിലർമാർ ആ സ്നേഹം കാണിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ള മറുപടിയാണ്. ജനങ്ങളുടെ നികുതിപ്പണം CPM-ൻ്റെ ആഫീസിൽ എന്നുള്ള പൈസയല്ല. അതിൽ കോൺഗ്രസ്സുകാരും പൈസ അടയ്ക്കേണ്ട, അങ്ങയുടെ പാർട്ടിക്കാരും പൈസ അടയ്ക്കേണ്ട, CPM-കാരും അടയ്ക്കേണ്ട. അത് ഡിവൈഡ് ചെയ്യേണ്ടത് പാർട്ടി ലൈൻസിലല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങൾ ആ ചെയ്ത കാര്യങ്ങളെ ജനങ്ങൾ തീർച്ചയായിട്ടും അംഗീകരിക്കും. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ചുരുങ്ങിയ കോണിലൂടെ അല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നതിന് അംഗീകരിക്കും. ഇനി പനമ്പള്ളി നേറിലെ കാന പോരാൻ ഞാൻ വന്ന ജിംസെ. പനമ്പള്ളി നേറിലെ കാനയിൽ ചെളിയുണ്ടെങ്കിൽ അത് എല്ലാ വർഷവും എല്ലാ കൗൺസിലർമാർക്കും സ്വാഭാവികമായും ഫണ്ട് അനുവദിക്കപ്പെടുന്നുണ്ട്. അവർ ചെയ്തു കാണും. ഞാനൊരു കോൺഗ്രസ്സുകാരിയാണെന്നുള്ളതുകൊണ്ട് ഞാൻ ആ സഹോദരി മേയർ വന്നിട്ട് എല്ലാ സ്ഥലത്തും കാന അജിംസിനെ ഞാൻ മേയറാക്കാം. എന്തായിരിക്കും അവസ്ഥ? തൽക്കാലം മൈക്കോടെ പിടിക്കും. ഇനി 2, അദ്ദേഹത്തിൻ്റെ ഒരു തട്ട് കേട്ടില്ല. ഞാൻ മര്യാദയ്ക്ക് ഇരുന്നാണ് കേട്ടോ. ഇനിയിപ്പോൾ വേറെ മാർഗമില്ല. നേരത്തെ പറഞ്ഞു, ഇപ്പം വേറൊരു സാധനം പൊളിഞ്ഞു. അരമണിക്കൂറാണ് രാജു പി നായരുടെ മഴ. ഇദ്ദേഹം വന്നപ്പോൾ 1.5 മണിക്കൂറായി. ഇനി വേറെ ആർക്കെങ്കിലും കൊടുത്തപ്പോൾ 3 മണിക്കൂർ. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ഇതൊരു 8 മണിക്കൂർ പെയ്യട്ടെ, അപ്പൊ മേയർ നീന്തി പോകണം. അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ഒരു കൗൺസിലർ വന്നാൽ പിന്നെ തോക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ പതുക്കെ ഒരു ഹിന്റ് ഇട്ട് നോക്കി. അപ്പൊ അദ്ദേഹം പറയേണ്ടി വന്നില്ല, സജീവനെ പറ്റിയല്ലേ മേയർ പറയാൻ പോണെന്ന്. വർഷങ്ങൾക്ക് മുമ്പാണ്, വർഷങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയല്ല. ഞാൻ നിങ്ങളെയൊക്കെ ചെറുപ്പമായിട്ടുള്ള ആളാ. ഞാൻ കൗൺസിലിൽ ഉള്ളപ്പോഴാണ് സജീവൻ മത്സരിച്ച് ജയിച്ച എന്റെ സഹപ്രവർത്തകനായിരുന്നു.
നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷമാണ്. നിങ്ങൾ എന്നെ ചൊറിഞ്ഞു കുഴപ്പത്തിലേക്ക് പോകും. ഞാൻ ഇനി അടുത്ത പറയാം. ഞങ്ങളുടെ ഒരു കൗൺസിലർ വന്നാൽ പിന്നെ വെള്ളക്കെട്ടില്ലെന്ന് പറഞ്ഞു. അജിംസെ, നിങ്ങൾക്കറിയാമോ കൊച്ചിയിലെ ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്, രാജു പിന്നാർക്ക് അറിയാൻ സാധ്യതയില്ല, സ്പെസിഫിക് ഇഷ്യൂ ഉണ്ട്, കൊച്ചി ടൗൺ ഹാളിന്റെ മുമ്പിലാണ്. മുട്ടറ്റം അരയൊക്കം ഒപ്പം വെള്ളത്തിലാണ് നീന്തുന്നത്. ഞാൻ വർക്ക്സ് കമ്മിറ്റി ചെയർമാനായിരുന്നപ്പോൾ ഒരു പ്രത്യേക പ്രോജക്റ്റ് ഉണ്ടാക്കി, കുറച്ച് റിലീഫ് ഉണ്ടാക്കി. ഞാൻ വർക്ക്സ് കമ്മിറ്റി ചെയർമാനായി വരുമ്പോൾ കൗൺസിലർ ആരാന്നറിയൂ? അജിംസിന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയായിട്ടുള്ള ശ്രീമതി ശ്യാമള എസ് പ്രഭു. എവിടെ? ടൗൺ ഹാളിനോടോ? കൊച്ചി ടൗൺ ഹാളിൽ ഇരിക്കുന്ന വാർഡ് ചെറളായി എന്നാണ് വാർഡിന്റെ പേര്. വെറുതെ ഞാനങ്ങ് പറഞ്ഞു പോയിക്കോട്ടെ. അപ്പൊ ഒരു മിനിറ്റ് അതാണ് ഏറ്റവും വലിയ. അപ്പൊ ഈ പനമ്പള്ളിയാറിലെ LAG-യിലൊന്നും വെള്ളം കയറുന്നില്ല. അല്ല കൗൺസിലർമാരുടെ പ്രശ്നം ഞാൻ പറയട്ടെ. അദ്ദേഹം പറഞ്ഞെന്താ? അദ്ദേഹം റോഡിലൊക്കെ ഞങ്ങള് വഞ്ചിയിലാണ് സഞ്ചരിച്ചത്. ഞാൻ പറയട്ടെ. അപ്പൊ സ്വാഭാവികമായി എന്നെ കൊണ്ട് ഇനിയും പറയിപ്പിക്കരുത്. ഡൽഹിയിലെ ഹരിയാനയിലെ പുതിയ നഗരമാണ് ഗുർഗാവ്. ഹരിയാന ആരാ ഭരിക്കണത്? എത്ര കൊല്ലമായി ഭരിക്കണത്? ഞങ്ങള് ഭരിക്കുന്ന സ്ഥലത്തൊക്കെ താങ്കൾ ഒരു ദേശീയ പാർട്ടിയുടെ പ്രതിനിധിയല്ലേ? ഞാനാ പറഞ്ഞെങ്കിൽ അദ്ദേഹം സംസാരം തുടങ്ങിയത് തന്നെ എന്തും പറഞ്ഞ അജിംസ് കേട്ടില്ലേ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. രാജു പി നായരിന് ഓർമ്മയില്ലേ? കേരളത്തെ ത്രിപുരയാക്കി മാറ്റുന്നു ഒരു തട്ടുകെട്ടി തുടക്കത്തിൽ. എന്നിട്ട് പറഞ്ഞ ആള് പറയാ കേരളത്തെ മഹാരാഷ്ട്രയെ പറ്റി പറയലേന്ന്. മഹാരാഷ്ട്രയില് വെള്ളക്കെട്ട് ഞാൻ അങ്ങനെയുള്ള ബഹുമാനത്തിൽ തന്നെയല്ലേ സംസാരിക്കണം. മഹാരാഷ്ട്ര പ്ലീസ്. മുംബൈയില് വെള്ളക്കെട്ട്, ബാംഗ്ലൂര് വെള്ളക്കെട്ട്, അത്രയൊന്നും പ്രയാസം ഇവിടെ ഉണ്ടാവുന്നില്ല. ഞങ്ങളൊരു വളരെ നന്നായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഒറ്റ കാര്യം കൂടി, ഈ PM യോജന എന്ന് പറയുന്ന എല്ലാത്തിനും ഇവരുടെ പേരിലൊരു യോജനയാണ്. വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാനില്ല അല്ല യോജന. നിങ്ങൾ അത് കയറി പിടിച്ചിട്ട് അതുകൊണ്ട് എന്തിനാണെന്നറിയോ? അത് അവർക്ക് ചെറിയ വായ്പ കൊടുക്കും. ആ വായ്പ നമ്മുടെ എല്ലാ നഗരങ്ങളിലും കൊടുക്കേണ്ടത് കൊച്ചി നഗരത്തിൽ അത് ബാങ്കുകളാണ് വായ്പ കൊടുക്കുന്നത്. അത് കേന്ദ്ര പദ്ധതി. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച് പോയി. ഇതൊക്കെ ചാനൽ എല്ലാവരും കാണുന്നല്ലേ? കേന്ദ്രത്തിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമല്ലേ? കോർപ്പറേഷൻ അല്ല കൊടുക്കുന്നത്, ബാങ്കാ കൊടുക്കുന്നതെന്ന് പറഞ്ഞത്. ശരി രാജ് പി നായർ, ഈ കൗൺസിലർമാരുടെ പെർഫോമൻസ് ഇല്ലായ്മ കൊണ്ടാണ് വെള്ളക്കെട്ട് ഉണ്ടാകുന്നതും അത് കൃത്യം എല്ലായിടത്തും പോയി നോക്കാൻ പറ്റുമോ മേയർക്ക് എന്നാണ് ചോദിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാൻ മുമ്പ് മേയർ സൂചിപ്പിച്ച ഒരു കാര്യം ജനറം പദ്ധതിയെ സംബന്ധിച്ച. ജനറം പദ്ധതിയുടെ ഒരു വാർത്ത ഞാൻ വായിക്കാം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി നടത്തി ജനറൽ കമ്മിറ്റിയിൽ അംഗീകരിച്ച പദ്ധതികൾ: പെഡസ്ട്രിയൻ ഫ്രണ്ട്ലി അർബൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം 55 കോടി, സർഫസ് വാട്ടർ ഡ്രെയിനേജ് പ്രോജക്ട് 40 കോടി, അപ്ഗ്രഡേഷൻ ഓഫ് കൊച്ചി സർഫസ് വാട്ടർ ഡ്രെയിനേജ് 50 കോടി, ഇംപ്രൂവ്മെന്റ് ഓഫ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്, റിനോവേഷൻ ഓഫ് വേരിയസ് മാർക്കറ്റ് 32 കോടി 68 ലക്ഷം രൂപ, റിവാമ്പിംഗ് ഹിസ്റ്ററിംഗ് ബ്രോഡ്വേയുടെ വികസനം അതിന് 25 കോടി, റിന്യൂവൽ ഓഫ് ഇന്റർസിറ്റി കോർ ഏരിയ മാർക്കറ്റ് ഓഫ് എറണാകുളം ആൻഡ് എറണാകുളം മാർക്കറ്റ് 15 കോടി. ഇത് 1100 കോടി രൂപയുടെ ജനറം പദ്ധതി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകരിച്ച. ദേവ് ഇവിടെ ചോദിച്ച ജനറൽ കമ്മിറ്റിയുടെ ഇത് നമ്മൾ എന്തെങ്കിലും ചെയ്തു? അതെ പറയട്ടെ. അദ്ദേഹം ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ജനറത്തിന്റെ പദ്ധതി ഇല്ലാതാക്കിയവരല്ലേ നിങ്ങൾ? ഞങ്ങൾ പാസ്സായിക്കൊണ്ട് എന്ന് പറയും. അങ്ങ് ഒന്ന് പോയിട്ട് എടുത്തു നോക്കിയാൽ മതി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ പ്രശ്നം പറയുമ്പോൾ അദ്ദേഹം തന്നെ അംഗീകരിക്കുന്നുണ്ട്, ശരിയാണ് എന്ന് അംഗീകരിക്കുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയത്തെ കുറ്റപ്പെടുത്തുകയാണോ മാന്യമായ സംവാദത്തിൽ വേണ്ടത്? മേയറായിട്ടിരുന്ന ആള് ആ പ്രശ്നം അഡ്രസ് ചെയ്യല്ലേ വേണ്ടത്? അതിന് പകരം ചോദിക്കുന്നവരുടെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നത് മര്യാദ കെട്ട പരിപാടി. ഒന്ന് പറഞ്ഞു വെക്കട്ടെ. മൂന്നാമത്തെ കാര്യം, ഇവിടെ നമ്മുടെ പത്മപുരം പദ്ധതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പൊ CBI വന്നാൽ അല്ലെങ്കിൽ ഞാനിപ്പോ പറഞ്ഞാൽ എന്തോ അങ്ങ് പിടിക്കുന്നു പറഞ്ഞു. അഴിമതിക്ക് നിങ്ങൾ കുടപിടിച്ചു കൊടുക്കുകയാണോ? ആരാണെങ്കിലും ശരി, കോള് വിളിച്ചിട്ടുണ്ടെങ്കിൽ സോണ്ട കമ്പനിക്ക് സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിടിച്ചകത്താക്ക്. നിങ്ങൾ ശബരിമലയിൽ പറയുന്ന പോലെയല്ലേ ഞങ്ങൾ പറയുന്നത്? ഉണ്ടെങ്കിൽ അകത്താക്ക്. മേയർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് അറിയാവുന്ന കുറ്റകൃത്യം ഈ നാട്ടിലെ ഇദ്ദേഹത്തിന്റെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ വിജിലൻസ് അന്വേഷിച്ചിട്ട് അത് പറഞ്ഞിട്ടില്ല. ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ആളാണ് മേയർ എന്ന് പറയേണ്ടി വരും. എന്നിട്ട് CBI കൊണ്ടുവരേണ്ട ആരാ? കോൺഗ്രസ് ആണോ CBI കൊണ്ടുവരേണ്ടത്? ഇവിടെ പിണറായി വിജയനല്ലേ ഭരിക്കുന്നത്? ബ്രഹ്മപുരം പദ്ധതിയിൽ അഴിമതി കണ്ടുപിടിക്കാൻ വിജിലൻസിനെ കൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ CBIക്ക് എഴുതിയാക്കാൻ മേയർ ഒരു കത്തങ്ങയക്ക്. അല്ലാണ്ട് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ആണോ CBI കൊണ്ടത്? അപ്പൊ അതിനകത്ത് അഴിമതിക്ക് കൂട്ടു നിൽക്കുകയാണെന്ന് അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, അംഗീകരിച്ചു കഴിഞ്ഞു. പിന്നെ കോർപ്പറേഷന്റെ ഇത് കാന കോഴിയില്ലെങ്കിൽ കൗൺസിലല്ലേ മറുപടി? പിന്നെ മേയർ എന്തിനാ? എന്നാ കുറെ കൗൺസിലർമാരെ വെച്ച് ഭരിച്ചാ പോരെ? എന്താ മേയറുടെ ഉത്തരവാദിത്വം?
മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തേണ്ടത് മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് അതിനകത്ത് പ്രവർത്തനം നടത്താൻ ബാധ്യതയുള്ള ആളല്ലേ മേയർ? അദ്ദേഹത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നടക്കുന്നത് ഇംപ്ലിമെന്റിംഗ് ഓഫീസേഴ്സ് വെച്ച് ഇവാലുവേറ്റ് ചെയ്യേണ്ട ആളല്ലേ? ഞാനൊരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. എന്റെ സമയത്ത് മുഴുവൻ പദ്ധതികളെ സംബന്ധിച്ചും ഇവാലുവേഷൻ മാസാമാസം നടക്കുമായിരുന്നു. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പനമ്പള്ളിയാറിലെ കാന കോരിയിട്ടില്ലെങ്കിൽ അത് പരിഹരിക്കാൻ ബാധ്യതയുള്ള ആളല്ലേ? ഈ പറയുന്നു പേരണ്ടൂർ അല്ല നമ്മുടെ മുല്ലശ്ശേരി കനാല് അദ്ദേഹം തന്നെ അംഗീകരിക്കുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്താ? വാട്ടർ അതോറിറ്റിക്ക് കെട്ടിവെക്കേണ്ട പണം കൊടുത്തില്ല വർഷങ്ങളോളം. ആ പണം വർഷങ്ങളോളം കൊടുത്തില്ല. അവിടെയാണ് താമസം ഉണ്ടായത്. അതും അദ്ദേഹം പറയുകയാണ്. ഈ പരാതി പറയാനല്ല മേയർമാർ ജനങ്ങളുടെ മുന്നിൽ വരേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറയാനാണ്. എന്നിട്ട് മാലിന്യ സംസ്കരണത്തെ കുറിച്ച് പറയുമ്പോൾ ഈ പാവപ്പെട്ട ഹരിതകർമ്മ സേനയിലെ പാവ സഹോദരികളെ അപമാനിക്കുകയല്ലേ മേയർ ചെയ്തത്? അധിക്ഷേപിക്കുകയല്ലേ? നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഈ നാട്ടിലെ വഴിയിൽ കൊണ്ടുവന്ന് ഹരിതകർമ്മ സേന ഗൂഢാലോചന നടത്തി പ്ലാസ്റ്റിക് കെട്ടിയിടുന്നു പറഞ്ഞാൽ ആ പാവപ്പെട്ട സഹോദരിമാരെ അധിക്ഷേപിക്കല്ലേ? മേയർ മാപ്പ് പറയണം. മേയർ മാപ്പ് പറയണം. ഹരിതകർമ്മ സേനയുടെ സ്ത്രീകൾ പാവപ്പെട്ട സേന അല്ലല്ല അജിംസ വിട്ടുപോകാൻ പറ്റില്ല. ഹരിതകർമ്മ സേനയുടെ അംഗങ്ങൾ ഗൂഢാലോചന നടത്തി കോൺഗ്രസ് ഭരിക്കുന്ന വാർഡുകളിൽ പ്ലാസ്റ്റിക് കവർ പുറത്ത് കെട്ടിയിടുന്നു മേയർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെലിവിഷൻ പ്രസിഡന്റിനോട് പറഞ്ഞാൽ മതി. ഞാനൊരു കാര്യം പറയട്ടെ, അവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയാൽ മതി. ഇദ്ദേഹം ആരോടെങ്കിലും ചൂടാവണത്? ഞാൻ പറയുന്നത് മാധ്യമങ്ങൾ ഇദ്ദേഹത്തിന്റെ ശരീരഭാഷ ശരിക്കൊന്ന് കാണിക്കണം. എന്താണിത്? ഇത് എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയട്ടെ, അതായത് എന്തിനാ എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നു ഈ രാജു പി നായർ അദ്ദേഹത്തിന്റെ അതായത് ഒരു കാര്യം പറയട്ടെ, ഞാൻ പറയട്ടെ, നോക്കിയ സമയം അല്ല ഒന്നുമില്ലെങ്കിൽ അല്ല ഒരു മിനിറ്റ് സമയം അല്ല ഇതെന്ത് മര്യാദയാണ്? ഞാൻ പറയട്ടെ വല്ല ബി പി കൂടിയിട്ട് അജിംസൈന് സമാനം പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഹരിതകർമ്മസേന അല്ലല്ലോ പറഞ്ഞത്, കോൺഗ്രസിന്റെ എല്ലാ കൗൺസിലർമാരും ഞാൻ പറഞ്ഞു. ഇതൊക്കെ ശരിക്കും കാണട്ടെ. ഞാൻ പറയട്ടെ, എനിക്ക് ഇത് സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വ്യക്തമായി പറഞ്ഞു, കോൺഗ്രസിന്റെ എല്ലാ കൗൺസിലർമാരും പറഞ്ഞില്ല. ചില കൗൺസിലർമാർ ഇപ്പോൾ ബോധപൂർവം ഹരിതകർമ്മസേനക്കാരെ കൊണ്ട് ഇതെടുപ്പിച്ച് റോട്ടിൽ വയ്പ്പിച്ച് ഗൂഢാലോചന നടത്തുന്നത് കോൺഗ്രസ് കൗൺസിലർമാരാണ്. ഗൂഢാലോചന നടത്തുന്നത് കോൺഗ്രസിന്റെ എന്ത് മര്യാദ? ഈ മൊബൈൽ നോക്കി എന്ത് മര്യാദ? ഈ മൊബൈൽ ഫോണിനകത്തേക്ക് ഒരു വർത്തം വാപ്പ് ഞാൻ പറഞ്ഞില്ല, അവിടെ പോയി സ്വന്തമായിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ഇദ്ദേഹത്തിന് മൊബൈലിൽ ആരാണ്ട് അയച്ചു കൊടുത്തു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചാ? ടി വിയിൽ എല്ലാരും ശ്രദ്ധിച്ചു കാണും.
ബ്രോഡ്വേ നവീകരണം 32 എന്തൊരു അല്ല ഞാൻ പറയട്ടെ മറുപടിയാ പറയണത്. എന്തൊരു കഷ്ടമാണ് ഇത്. 32 കോടി ഞാൻ പറയട്ടെ, അത് ഓഫീനോട്ടാണ് ശരിയല്ല. 32 കോടി 32 കോടി ഒരു മിനിറ്റ് അതിലേക്ക് 32 കോടി രൂപ ബ്രോഡ്വേ റിന്യൂമറേഷൻ. എവിടെ ബ്രോഡ്വേ നവീകരണം? മാർക്കറ്റിൽ 20 കോടി രൂപ. 2011 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 2011 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ശരിയല്ല. 2011 എന്നെ പറയാൻ അനുവദിക്കുന്നില്ല, നിങ്ങളെ മൈക്ക് ഓഫ് ചെയ്യുന്നില്ല. 2011 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ചെയ്തു എന്ന് പറയുന്ന സർഫസ് ഡ്രെയിനേജ് ഉൾപ്പെടെ ഇപ്പൊ ഇവിടെ വായിച്ച 100 കണക്കിന് കോടി രൂപ 2010 അധികാരത്തിൽ വന്നത് ശ്രീ ടോണിക്ക് നോക്കിയെന്ന് മര്യാദയാണ്. 2010 ഇദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കാര്യം എന്തൊരു മര്യാദ എത്ര നേരം 2010 ടോണി ചമ്മണി മേയറായി. ഇദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കോൺട്രാക്ടറായി ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി ഞങ്ങൾ കൊടുത്തിട്ട് അതിന്റെ കോൺട്രാക്ടർ ഒരു കോൺട്രാക്ടറായി എന്ന് പറഞ്ഞ് 100 കണക്കിന് കോടി രൂപ. ഞാൻ അവിടെ പറഞ്ഞത് റെസ്പോണ്ട് ചെയ്യണമെന്ന് അങ്ങനെ വിടാൻ പറ്റില്ല, അങ്ങനെ വിടാൻ പറ്റില്ല. അല്ലല്ല ശരിക്കും എനിക്ക് പറയാനുള്ള അത് സമയം കളഞ്ഞിട്ട് കുഴപ്പമില്ല. എനിക്ക് അതൊക്കെ അത് മതി. പറയുകയാണെങ്കിൽ എല്ലാവർക്കും സമയം കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാവർക്കും സമയം സമയം കൊടുക്കണം. പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് എത്തും. ജനങ്ങൾ അത് ഏറ്റെടുക്കും, ജനങ്ങൾ അത് മനസ്സിലാക്കും, ജനങ്ങൾ ബാലറ്റിലൂടെ അതിനോട് റെസ്പോണ്ട് ചെയ്യും. ബിഗ് ഫൈറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.